നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേവാലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേവാലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനാ ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല ദേശങ്ങളിൽ പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് പരിശുദ്ധനായ പരിമളത്തിരുമയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പകൽക്കാലം അല്പസമയം പരിശുദ്ധമായ ദേവാലയത്തിൽ കഴിച്ചുകൂട്ടുവാൻ തക്കവണ്ണം തമ്പുരാൻ തരുന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം തമ്പുരാനെ നിന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഇറക്കി വെക്കുവാൻ തക്കവണ്ണം അവിടുന്ന് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരാശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഹൃദയവുമായി തിരികെ പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ വേരൂന്നി വളരുന്ന പാപത്തിൻ്റെ കളകളെയെല്ലാം അവിടുന്ന് ഞെരുക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാക്ഷ്യത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം ഒരുക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദൈവമേ, നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന പോലെ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ ശക്തരാകുന്നു. തമ്പുരാനെ, നിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിപ്പിക്കണമേ. അല്പസമയം തിരുമുമ്പാകെ വ്യാപരിക്കട്ടെ. സകലതും ദൈവത്തിനും പിതാവിനും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീത മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, 28 വയസ്സ് പ്രായമുള്ള ബിജു എന്ന് പറയുന്ന യുവാവും 26 വയസ്സ് പ്രായമുള്ള സുഷ എന്ന് പറയുന്ന യുവതിയും സ്നേഹിച്ച് വിവാഹം കഴിച്ചു എന്ന പേരിൽ ഭവനത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അന്യരാക്കപ്പെട്ട ഭാര്യയും ഭർത്താവും. കുടുംബമായി രണ്ടുപേരും ഒരുമിച്ച് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷം ഒരു കൈക്കുഞ്ഞുണ്ടായി. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് സുഷ എന്ന് പറയുന്ന ഈ ഭാര്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിന് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് ജോലിക്കായിട്ട് പൊതുസ്ഥലത്തേക്ക് പോകുകയാണ്. ഈ പോകുന്ന അനുഭവത്തിൽ
ഈ ഭർത്താവ്, ഈ അപ്പൻ ഈ കുഞ്ഞിനെ എടുത്ത് എൻ്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, നമ്മൾക്കുണ്ടായ ഒരു ദുരനുഭവം, ബന്ധുക്കളാലും സകലരാലും ബഹിഷ്കരിക്കപ്പെട്ട ഒരു ദുരനുഭവം നമ്മുടെ കുഞ്ഞിനെ ഉണ്ടാകരുത്. അത്രമാത്രം സ്നേഹവും അത്രമാത്രം പരിചരണവും കൊടുത്തു വേണം കുഞ്ഞിനെ വളർത്തുവാനായിട്ട്. ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം ജോലിക്കായിട്ട് പോവുകയാണ്. ഇവൾ നേഴ്സായതുകൊണ്ട് രാത്രിയിലെ ആതുര ശുശ്രൂഷ കഴിഞ്ഞ് രാവിലെ വന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങുവാൻ കിടന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൾ ഞെട്ടി ഉണർന്നത് ഇപ്രകാരമാണ്. അവളൊരു സ്വപ്നം കണ്ടു. സ്വപ്നം തൻ്റെ ഭർത്താവിനെ ആക്സിഡൻ്റായി മരിച്ച് വെള്ളത്തുണി പുതപ്പിച്ച് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ഇവൾ സ്വപ്നം കണ്ടത്. ഇവൾ ഞെട്ടി ഉണർന്ന് വീണ്ടും അല്പസമയം കഴിഞ്ഞ് വീണ്ടും കിടന്ന് ഉറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവളുടെ വീട്ടിലേക്ക് ഫോൺ സന്ദേശം വന്നു, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരിക. ഇവൾ ഇട്ടിരുന്ന ഡ്രസ്സുമായി ആ കൈക്കുഞ്ഞിനെയും വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഇവൾ കണ്ടതുപോലെ തന്നെ ICUയിൽ നിന്ന് വെളിയിലേക്ക് വെള്ളത്തുണി പതപ്പിച്ചുകൊണ്ടിരുന്ന ശരീരമാണ്. ഇത് കണ്ട അവൾ അവിടെ നിന്ന് ഒരു നിമിഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ലാസറിനെ ഉയർപ്പിച്ചവനായ ദൈവമേ, എൻ്റെ ഭർത്താവിന് നീ ജീവൻ നൽകണമേ. സകലതും നഷ്ടപ്പെട്ടു എന്ന് കരുതി ആകെ ആശ്രയവും സന്തോഷവും ആശ്വസിപ്പിക്കുവാനും സമാധാനവുമുള്ള ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിമിഷങ്ങളിൽ വൈദ്യശാസ്ത്രം മരണത്തിന് വിധി എഴുതി കൊടുത്തപ്പോൾ 26 വയസ്സുള്ള ഒരു യുവതി കുഞ്ഞിനെയും എടുത്ത് അവൾ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്, ലാസറിനെ ഉയർപ്പിച്ചവനായ ദൈവമേ, എൻ്റെ ഭർത്താവിന് ജീവൻ നൽകണമേ. 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം. അവളുടെ പ്രാർത്ഥനയുടെ ആഴമേറിയ സൗരഭ്യം, അവളുടെ കണ്ണുനീരിൻ്റെ ആഴമേറിയ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവത്തിന് പോലും കണ്ണു തുറക്കാതിരിക്കുവാനായിട്ട് സാധ്യമായി തീരുകയില്ല. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബോഡി കൊണ്ടുവരുന്ന അവസരത്തിൽ 4 നേഴ്സുമാരും അതിനോട് കൂടെയുണ്ട്. ഒരു നേഴ്സിന്റെ കൈ സ്പർശിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ ചെറിയ പൾസ് അനുഭവപ്പെട്ടു. അവന്റെ കയ്യിൽ നിന്ന് തിരികെ ICU യൂണിറ്റിലേക്ക് കയറ്റി. 6 മാസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അതിശ്രേഷ്ഠമായി കുടുംബജീവിതം സമാധാനത്തോടുകൂടി നയിക്കുന്നു. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രം വിധി എഴുതുന്നിടത്ത് ലോകം തള്ളപ്പെട്ടവനെന്നും മരിച്ചവനെന്നും നിർജീവമായെന്നും വിധി എഴുതുന്നിടത്ത് ദൈവം നമ്മുടെ മേൽ കുറിക്കുന്ന ഒരു വിധിയുണ്ട്. ആരെല്ലാം തള്ളിക്കളയുമ്പോഴും ആരെല്ലാം നമ്മെ അപഹാസ്യരാക്കുമ്പോഴും നമ്മളെ പരിഹസിക്കുമ്പോഴും ദൈവം നിന്റെ മൂർധാവിൽ എഴുതുന്ന ഒരു വിധിയുണ്ട്. ആ വിധിയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവന് ദൈവം തമ്പുരാൻ ഇവളുടെ പ്രാർത്ഥന, ഇവളുടെ കണ്ണുനീര് മൂലം വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഇത്രമാത്രം ആശ്വാസം പകർന്ന് ഇവളോട് മനോരമയുടെ 2011 ഡിസംബർ മാസം 22 വന്ന സപ്ലിമെന്റിലെ ജീവിതാനുഭവമാണിത്. ഈ അനുഭവത്തിൽ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മറ്റുള്ള ആരും തളർന്നു വീഴുന്ന അനുഭവത്തിൽ, മറ്റുള്ളവർ ബോധം കെട്ട് വീഴുന്ന അനുഭവത്തിൽ ഈ പിഞ്ച് 8 മാസത്തോളം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും എടുത്ത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുണ്ടായ കാരണം? അവൾ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഏത് പ്രതികൂലതയുടെയും ഏത് പ്രതിസന്ധിയുടെയും ഏത് ആപത്തിന്റെ നടുവിൽ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ഒരു വേദവാക്യമുണ്ട്. എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സമാശ്വസിപ്പിക്കുന്ന ഒരു വേദവാക്യമുണ്ട്. അതേതാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു. അവൾ പറയുകയാണ്, ദൈവത്തിന്റെ ശക്തിമത്തായി വചനമാണ് എൻ്റെ ജീവിതത്തിൽ ആഴമായി എന്നെ ഭരിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തയാക്കുന്നത് ഈ ദൈവവചനമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പുതിയ വർഷത്തിന്റെ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധന്റെ കബറിടത്തിൽ കണ്ണുനീരോടുകൂടി പാപിനിയായ സ്ത്രീ പ്രാർത്ഥിച്ച പോലെ
ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പുതിയ വർഷമെന്ന് പറയുന്നത് കലണ്ടറിൽ മാത്രമേ മാറ്റമുണ്ടാകുന്നുള്ളൂ. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ, ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് തരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. കാരണം ദൈവമേ, നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. വേറെ ഒന്നും വേണ്ട, നന്മ ഏതെന്നും തിന്മ ഏതെന്നും തിരിച്ചറിയുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ അല്പസമയം ഹൃദയങ്ങളിൽ ആഴമായി മുഴങ്ങിക്കൊണ്ടിരിക്കണം. നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ്. കാരണം അന്ധകാരമുഖമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ അല്പം വെളിച്ചമായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ എന്നെ സഹായിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇപ്രകാരം അവിടെ വായിക്കുന്നു: വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതൻ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരും. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബലഹീനത. മനുഷ്യന്റെ ഏത് പരാജയങ്ങൾക്കും, ഏത് മ്ലേച്ഛകരമായ പ്രവൃത്തികൾക്കും, ഏതിനും കൂട്ടുനിൽക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബലഹീനത. എന്ത് സംഭവിച്ചാലും ഒരു വാക്കിൽ പറയും, അതെന്റെ ബലഹീനതയിൽ സംഭവിച്ചതാണ്. ഇപ്രകാരം നമുക്കറിയാം പൗലോസ്ലീഹ സാക്ഷിക്കാനുള്ള കാരണം. അറിവിന്റെ അശ്വത്തിലേറി യാത്ര ചെയ്യുന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ, ഗമാലിയേൽ എന്ന് പറയുന്ന പരീക്ഷ വേദപണ്ഡിതന്റെ കാൽക്കലിരുന്ന് വേദങ്ങൾ മുഴുവനായി അരച്ചു കലക്കി കുടിച്ച ശൗൽ എന്ന് പറയുന്ന പരീക്ഷനായ മനുഷ്യൻ, വേദശാസ്ത്രത്തിന്റെ അഗാധമായ പാണ്ഡിത്യം നേടിയ മനുഷ്യൻ, അവൻ അറിവിന്റെ അശ്വത്തിലേറി ഒരു കുതിരയുടെ മുകളിലാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന അനുഭവത്തിൽ ക്രിസ്തീയ സഭയെ മുഴുവൻ മുടിക്കുവാനായി യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് ദൈവത്തിന്റെ ശബ്ദം അവൻ ശ്രവിക്കുന്നത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു. നീ ക്രിസ്തുവിനെ അല്ല ഉപദ്രവിക്കുന്നത്, ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കുമ്പോൾ ആ ജനം ക്രിസ്തുവാകുന്നു, അത് ദൈവമാകും. അവിടെ നിന്ന് അധികാരത്തിന്റെയും ശക്തിയുടെയും വേഗതയുടെയും അടയാളമായ കുതിരയിൽ നിന്ന് ശൗൽ താഴെ വീഴുകയാണ്. ഗമാലിയേലിന്റെ സന്നിധിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച ശൗലോനോട് ദൈവശബ്ദം ഇപ്രകാരം പ്രതിവചിക്കുന്നുണ്ട്: തുകൽപ്പണിക്കാരനായ അനന്യാസിന്റെ കുടിലിലേക്ക് ചെന്ന് അവൻ നിന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. നാം ചിന്തിക്കുന്ന പോലെയല്ല ദൈവാനുഭവങ്ങൾ നമ്മൾക്കുണ്ടാകുന്നത്. നാം ചിന്തിക്കുന്ന അവസരങ്ങളല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഈ നിമിഷം ഇവിടെ ഇരുന്ന് ഹൃദയവേദനയോടെ, തകർന്ന മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അവസരങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ ദൈവം അതിന് ശാശ്വതമായ പരിഹാരം തരണമെന്നില്ല. നീ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കത്തില്ല ദൈവം നിനക്ക് പരിഹാരം നൽകുന്നത്. അനന്യാസിന്റെ കുടിലിൽ ചെന്ന് വേണം നീ ദൈവത്തിന്റെ കൃപാവരം പ്രാപിക്കുവാൻ തക്കവണ്ണം. ചിന്തിക്കണം, 2 വ്യത്യസ്തമായ ധ്രുവങ്ങൾ. എന്റെ കാഴ്ചപ്പാടുകളുണ്ട്. ഇന്ന വ്യക്തിയിൽ നിന്ന്, ഇന്ന ദേവാലയത്തിൽ നിന്ന്, ഇന്ന ആളിൽ നിന്നാണ് എനിക്ക് സഹായങ്ങൾ ലഭിക്കുന്നത്. അവിടെ മാത്രമേ ദൈവിക ശക്തി വാഴുന്നുള്ളൂ. പക്ഷേ ഗമാലിയേലിന്റെ പക്കൽ നിന്ന് അറിവുകൾ നേടിയ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനോട് പറയുകയാണ്, തുകൽപ്പണിക്കാരനായ അനന്യാസിന്റെ കുടിലിലേക്ക് നീ ചെല്ലണം. മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചെരുപ്പ് കുത്തിയുടെ മുന്നിൽ വേണം നിനക്ക് ദൈവകൃപ പ്രാപിക്കുവാൻ. ചെരുപ്പ് കുത്തി വേണം നിന്റെ തലയിൽ കൈവയ്ക്കുവാൻ തക്കവണ്ണം. അവിടെ ചെല്ലുമ്പോൾ 3 ദിവസത്തെ അന്ധകാരത്തിന്റെ നടുവിലാണ് പ്രിയമുള്ളവരെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ചെറുതെന്നർത്ഥമുള്ള പൗലോസ് എന്ന ആ നാമത്തിലേക്ക് തിരിയുന്നത്. ചെതുമ്പല് പോലെ കണ്ണിൽ നിന്ന് ഇളകിപ്പോകും. അഹങ്കാരത്തിന്റെയും ആർഭാടത്തിന്റെയും സുഖലോലുപതയുടെയും അടയാളമായി അഹങ്കാരങ്ങൾ ചെതുമ്പല് പോലെ
ഒഴുകിപ്പോകുന്ന നിമിഷത്തിൽ അവൻ തിരിച്ചറിയുന്നത് ചില ആവരണങ്ങളുടെ ചെതുമ്പലുകളുടെ നടുവിൽ അവന് ക്രിസ്തുവിന്റെ ശബ്ദം ശ്രവിക്കുവാൻ സാധിച്ചില്ല, ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല, ദൈവസ്വരം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അവന്റെ അഹങ്കാരം ആവരണമായി അത് ചെതുമ്പൽ പോലെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അറിയുന്നത് ഈ വിളിക്കുന്നത് യേശു ക്രിസ്തുവാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നത്. അങ്ങനെ പിന്നീട് അവൻ ഒരു ക്രിസ്തുവായി തീരുന്ന അനുഭവം. ശൗലിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ദൂരം ഒത്തിരിയുണ്ട്. ആ ഒരു അനുഭവത്തിൽ കൂടെ അവൻ കടന്നുപോയി അവൻ ക്രിസ്തുവായി തീരുന്നു. അതുകൊണ്ടാണ് ശൗല് പറയുന്നത്, പൗലോസാകുമ്പോൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. പൂർണ്ണമായി ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ പൗലോസ് എന്ന ചെറിയ മനുഷ്യനിലേക്കുള്ള വളർച്ചയിൽ അവനൊരു ക്രിസ്തുവായി തീരുകയാണ്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് പ്രയാസങ്ങളും പ്രതികൂലതകളും കഷ്ടപ്പാടുകളും മുഴുവനും. ഈ വെള്ളിയാഴ്ച ദിവസം ഈ ദേവാലയത്തിൽ വരുമ്പോൾ പോലും നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത, എൻ്റെ ജീവിതത്തിൽ നിന്ന് സർവ്വവിധമായ സംഹാരങ്ങളും ഒഴിഞ്ഞു പോകണം, സർവ്വവിധമായ പ്രയാസങ്ങളും സർവ്വവിധമായ പ്രശ്നങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാത്ത സുഭിക്ഷിതമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നാം എല്ലായിടവും ചെന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പൗലോസ് ക്രിസ്തുവിലാകുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്, അവൻ ക്രിസ്തുവിലേക്കാകുമ്പോഴാണ് അവന് കൂടുതൽ അവൻ കഷ്ടതകളിലേക്കും പീഡനങ്ങളിലേക്കും ചെന്ന് ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അവിടെ നിന്നാണ് പൗലോസ് പറയുന്നത്, എനിക്ക് അതിയായി നിഗളിക്കുവാനിരിക്കുവാൻ ഒരു ശൂലം തന്നിരിക്കുന്നു എൻ്റെ ജഡത്തിൽ. ചിന്തിക്കണം, ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഭാരങ്ങൾ, ജീവിതത്തിൽ മക്കളുടെ രോഗങ്ങൾ, മക്കളുടെ താളപ്പിടയായ ജീവിതങ്ങൾ, ചില അനുഭവങ്ങൾ എല്ലാ വ്യക്തികൾക്കുമുണ്ട്. കുടില് മുതൽ കൊട്ടാരം വരെ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രയാസങ്ങളുണ്ട്. അതെല്ലാം നീ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ ദൈവം തരുന്ന ശൂലമാണെന്ന് മനസ്സിലാക്കണം. അവിടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, സമക്ഷത്തായിരിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരും. എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരും. എന്താണ് ദൈവകൃപ? ദൈവകൃപ 3 കാര്യങ്ങളാണ്. ഒന്നാമത്, ദൈവകൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ പ്രതിച്ഛായ, ദൈവത്തിന്റെ രൂപമായ മനുഷ്യൻ, അവന് ദൈവം നൽകുന്ന ദാനമാണ് ദൈവത്തിന്റെ കൃപ. രണ്ടാമതായി, ദൈവകൃപ എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാകും. അതുകൊണ്ട് ദൈവം നിനക്ക് നൽകുന്ന അവകാശമാണ് ദൈവകൃപ. മൂന്നാമതായി, പ്രതീക്ഷയാണ് ദൈവകൃപ. എന്താണ് പ്രതീക്ഷ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇത് നശ്വരമായ വാസസ്ഥലമാണ്, അനശ്വരമായ ദീപ്തമായ ഒരു വാസസ്ഥലം ഞാൻ നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ദൈവകൃപ ദാനമാണ്, അവകാശമാണ്, പ്രതീക്ഷയാണ്. ആർക്കാണ് ദൈവകൃപ ലഭിക്കുന്നത്? ചിന്തിക്കണം, ആർക്കാണ് ദൈവത്തിന്റെ കൃപ ധാരാളമായി ലഭിക്കുന്നത്? ഒന്നാമതായി, ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത് സ്വന്തം അനർഹതയെക്കുറിച്ച് ബോധ്യമുള്ളവർക്കാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും ദൈവകൃപ ലഭിക്കുകയില്ല. കാരണം നമ്മളുടെ ബോധ്യം എൻ്റെ അർഹതയെക്കുറിച്ചാണ്. ദേവാലയത്തിൽ ചെന്നാൽ പറയും, എനിക്ക് ഇത്രമാത്രം അർഹതയില്ലേ, ഞാൻ ഇവിടുത്തെ ഒരു മെമ്പർ അല്ലേ, പിന്നെന്തുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ല? എൻ്റെ ഭവനത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിന്റെ അധിപനാണ്, ഞാൻ കുടുംബത്തിന്റെ എല്ലാമാണ്, എനിക്ക് എന്തെല്ലാം അർഹതകളാണ്. പക്ഷേ നിന്റെ ദീപ്തമായ ചിന്തകൾക്ക് ദൈവം ഒരു വികാസം വരുത്തുന്നുണ്ട്, ഒരു പരിണാമം വരുത്തുന്നുണ്ട്. ദൈവം പറയുകയാണ്, അനർഹതയെക്കുറിച്ച് ബോധ്യമുള്ളവർക്കാണ് ദൈവകൃപ ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നതും
എല്ലാവരുടെയും മധ്യസ്ഥയായ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കായ അമ്മ എന്ന് പറയുന്ന കന്യക മറിയാം പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇതൊന്നും ഏറ്റെടുക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, ഇതൊന്നും നേടുവാനുള്ള അർഹത എനിക്കില്ല. അവിടെ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അതിന് മറുപടി കൊടുക്കുന്ന അനുഭവം. ദൈവകൃപ നേടുന്നത് ഒന്നാമത് തൻ്റെ അനർഹതയെക്കുറിച്ച് ബോധ്യമുള്ളവർക്കാണ്. രണ്ടാമതായി തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നവർക്കാണ്. അതുകൊണ്ടാണ് സുവിശേഷം പരീശന്മാരും വേദശാസ്ത്ര പണ്ഡിതരും യേശുക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു നാമമുണ്ട്. ഇവൻ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും പാപികളുടെയും സ്നേഹിതനാണ്. നാം ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെക്കാട്ട് സ്റ്റാറ്റസ് ഉള്ളവരുടെ, സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ളവരുടെ സതീർത്ഥ്യരെന്നറിയപ്പെടുവാനായിട്ടാണ്. പക്ഷേ ക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും നേരെ ഓപ്പോസിറ്റാ. ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും വേശ്യകളുടെയും സതീർത്ഥ്യൻ എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. തെറ്റുകൾ ഏറ്റുപറയും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങളെക്കാൾ മുമ്പിലായി ചുങ്കക്കാരും വേശ്യകളും പാപികളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഈ വാക്യം കേൾക്കുമ്പോൾ മനസ്സിന് ആഴമായ ഒരു തേങ്ങൽ ഉണ്ടാകണം. മനസ്സിൽ നിന്ന് ആഴമായ ഒരു പരിചിന്തനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി ദൈവകൃപ ലഭിക്കുന്നത് അപരനോട് കരുണ കാണിക്കുന്നവൻ. ഉദാഹരണം പറഞ്ഞാൽ, പരിമലപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് കടന്നു വരുന്നു. ഒരിടവഴിയിൽ കൂടെ യാത്ര സുഗമമാക്കുവാൻ വേണ്ടി തിരക്ക് ഒഴിഞ്ഞ് ഒരിടവഴിയിൽ കൂടെ വരികയാണ്. വരുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റിയ ഒരു യുവാവ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. നമുക്ക് കാറുണ്ട്, നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, കുറെ സ്ഥലമുണ്ട്. പരിമല ഹോസ്പിറ്റൽ തൊട്ടടുത്തുമാണ്. വരുന്ന വഴിക്ക് മനസ്സിൽ അവനെ കണ്ടുകൊണ്ട് ഒന്ന് കാറിൽ കൂടെ എത്തി നോക്കും, അല്ലെങ്കിൽ മൊബൈൽ എടുത്തൊന്ന് ക്ലിക്ക് ചെയ്യും, അവന്റെ ഫോട്ടോ എടുക്കും, രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഫോട്ടോ, എന്നിട്ട് തിരികെ പോരും. പക്ഷെ നമുക്ക് എത്തിക്കാം, അവനെയും ഹോസ്പിറ്റലിൽ കയറ്റി ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം. പലപ്പോഴും നിസ്സംഗത പാലിക്കുന്ന മനുഷ്യരായി നാം പരിണമിക്കുന്നു. സ്വാർത്ഥതയുടെ അത്യുന്നത ശ്രേണിയിലേക്കാണ് നമ്മുടെ ജീവിതം നമ്മെ നയിക്കുന്നത്. സ്വാർത്ഥതയുടെ വലിയൊരു മൂർത്തിമ ഭാവത്തിലേക്കാണ് നയിക്കുന്നത്. അവിടെ ദൈവവചനം സമ്മതിക്കുകയാണ്, അപരനോട് കരുണ കാണിക്കുന്ന വ്യക്തികൾക്ക് ദൈവ കൃപ ലഭിക്കും. രണ്ട് വ്യക്തികളെയാണ് അല്പസമയം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, അനുതാപത്തിലൂടെ ദൈവകൃപ നേടിയവനും അധർമ്മത്തിലൂടെ ദൈവകൃപ നഷ്ടമാക്കിയവൻ. അനുതാപത്തിലൂടെ ദൈവകൃപ നേടിയവനും അധർമ്മത്തിലൂടെ ദൈവകൃപ നഷ്ടമാക്കിയവൻ. നമ്മൾ ഇസ്രയേലിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്യുന്നത ശൃംഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. കവിണയും കല്ലുമായി മല്ലനായ ഗോലിയാത്തിനെ വധിച്ചവൻ. ഇശായുടെ 8 മക്കളിൽ അവസാനം. ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരൻ പയ്യൻ, അവന്റെ വളർച്ച പെട്ടെന്നാണ്. രാജസിംഹാസനത്തിന്റെ പ്രൗഢിയിലേക്ക് ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തുകയാണ്. യൗവനം മൊത്തം സഹോദരങ്ങളാലും മാതാപിതാക്കളാലും പരിത്യജിക്കപ്പെട്ട ദാവീദ് എന്ന് പറയുന്ന ഇടയ ചെറുക്കൻ, അവനെ ദൈവം അവന്റെ ജീവിതത്തിന്റെ നിർമ്മലത കൊണ്ടും ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടും നൈർമല്യം കൊണ്ടും അവനെ ദൈവം കൈപിടിച്ച് അടിക്കടി അവനെ ഉയർത്തിക്കൊണ്ടുവന്ന് അത്യുന്നതമായ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ രാജാവായി വാണിരിക്കുന്നു. അവനെക്കുറിച്ച് ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. അതിശ്രേഷ്ഠനായ വ്യക്തിത്വം. അതിലേറെ അവനെക്കുറിച്ച് അവന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ആളാണ് ക്രിസ്തു എന്ന് പറയുവാൻ പോലും അത്ര ഉന്നതമായ ശ്രേണിയിലുള്ള വ്യക്തിത്വമാണ് ദാവീദ് രാജാവ്. ഈ രാജാവ് ഗായകനാണ്, സമർത്ഥനായ വ്യക്തിത്വമാണ്. വിശേഷ ഒത്തിരി ഗുണങ്ങളുടെ സമ്മിശ്രമായ ഗുണങ്ങളുടെ വിളനിലമാണ് ദാവീദ് രാജാവ്. ഇങ്ങനെയുള്ള ഒരു ജീവിതം, ദൈവം അവന്റെ കരം, ദൈവത്തിന്റെ കരം അതിശക്തമായി അവന്റെ എല്ലാ പ്രവൃത്തിയിലും വ്യാപരിച്ചിരുന്ന ഒരു വ്യക്തിത്വം. പക്ഷേ എവിടെയാണ് ദാവീദ് രാജാവിന് പരാജയം ആരംഭിക്കുന്നത്? എവിടെയാണ് ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് അവൻ കൂപ്പുകുത്തുന്നത്? 2 പരാജയങ്ങൾ പ്രധാനമായുമുണ്ട്. ഒത്തിരി പരാജയങ്ങളുണ്ട്. പക്ഷേ ദൈവ കൃപയിലേക്ക് പരാജയങ്ങളെ മനസ്സിലാക്കി ആഴമായി അവന്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ച് ദൈവത്തിലേക്ക് അടുത്ത് എന്ന് യാഗങ്ങളെ അർപ്പിക്കുന്ന ഒരു ദാവീദിന്റെ മനസ്സ്. അത്തരത്തിൽ
ദാവീദിന്റെ ഒന്നാമത്തെ പരാജയം കാഴ്ചകളിലെ വികലതയാണ്. അതായത് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ തുടക്കം ഇപ്രകാരമാണ് വായിക്കുന്നത്: സന്ധ്യാസമയമായപ്പോൾ ദാവീദ് രാജാവ് മെത്തയിൽ നിന്നും എഴുന്നേറ്റു, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷം. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കൂടെ ഉലാത്തുകയായിരുന്നു. അവൻ നോക്കിയപ്പോൾ അങ്ങ് അകലെയായി ഒരു സ്ത്രീ സ്നാനം ചെയ്യുന്നത് കാണും. അവൾ അതീവ സുന്ദരിയായതുകൊണ്ട് അവളെ വിളിച്ചു വരുത്തി അവളെ അപമാനിച്ചു. അവന് ഒരു മകനുമുണ്ടാകും. ഇതാണ് ദാവീദ് രാജാവിന്റെ കാഴ്ച. ആ കാഴ്ച അവൻ ഉണ്ടാകുവാനുള്ള കാരണം, ഒന്നാമത്തെ പരാജയത്തിന് കാരണം കാഴ്ചകളിലെ വികലതയാണ്. അതിന് പ്രധാന കാരണം കൊട്ടാരത്തിലെ മട്ടുപ്പാവിലാണ് അവന്റെ പരാജയം ആരംഭിക്കുന്നത്. എന്താണ് കൊട്ടാരത്തിലെ മട്ടുപ്പാവ്? അനേക ഭവനങ്ങൾ, അമ്പരചുംബികളായ രമ്യഹർമ്മങ്ങൾ നാം നമ്മുടെ ഉള്ള സ്ഥലത്ത് മുഴുവനായി പണിഞ്ഞിടുന്നുണ്ട്. വേസ്റ്റ് പോലും തള്ളാനുള്ള സ്ഥലമില്ല. അവിടെയൊക്കെ ഇതുപോലെ എത്രയോ മട്ടുപ്പാവുകളുണ്ട്. ദാവീദ് മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോഴാണ് അവനൊരു സ്ത്രീയുടെ സൗന്ദര്യം അവൻ അതിയായി അഭിനിവേശം കൊടുക്കുന്നത്. മട്ടുപ്പാവ് എന്ന് പറയുന്നത് കാഴ്ചകളെ വഴിതെറ്റിക്കുന്ന സ്ഥലമാണ്. തൻ്റെ സ്വകാര്യ താല്പര്യങ്ങളെ താലോലിക്കുന്ന സ്ഥലമാണ്. തൻ്റെ സ്വകാര്യ നിശ്ചയങ്ങൾക്ക് അംഗീകാരവും സമാധാനവും കൊടുക്കുന്ന സ്ഥലമാണ് മട്ടുപ്പാവ്. മട്ടുപ്പാവിൽ കൂടെ ഉലാത്തുമ്പോൾ സ്വന്തമായ ചിന്തകളിലേക്ക് അവന് സമാധാനം കൊടുക്കുന്ന സ്ഥലമാണ് മട്ടുപ്പാവ്. അതിലേറെ മനസാക്ഷിയെ കഠിനമാക്കുന്ന സ്ഥലമാണ് കൊട്ടാരത്തിലെ മട്ടുപ്പാവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ട കാര്യം, ദാവീദ് രാജാവിന്റെ പരിസേവകരും തന്റെ സൈന്യവും മുഴുവനായി രണഭൂമിയിൽ പടവെട്ടുമ്പോഴാണ് യുദ്ധത്തിന് പോകേണ്ട രാജാവ് സന്ധ്യാസമയം വരെ കിടന്നുറങ്ങി, അലസത പൂണ്ട് കിടന്നുറങ്ങി മെത്തയിൽ നിന്നും എഴുന്നേറ്റു. ചിന്തിക്കണം, നിന്റെ ജീവിതത്തിലെ അലസതയുടെ അറപ്പുരയിലാണ് പാപം പതിയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ഏകാഗിയായി നീ ഇരിക്കുന്ന അനുഭവങ്ങളിൽ, അലസത പൂണ്ടിരിക്കുന്ന മട്ടുപ്പാവുകളിൽ നിന്നെ പാപം അതിശക്തമായി കീഴ്പ്പെടുത്തിക്കളയും. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദരാകുമെന്ന് പ്രഭാത നമസ്കാരത്തിൽ സ്ലീബായിൽ പാടാറുണ്ട്. ഇതേ അലസതയുടെ നടുവിലാണ് ദാവീദിന്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് അവന്റെ കാഴ്ച ഒരു വേഴ്ചയിലേക്ക്, ഒരു പാപത്തിലേക്ക് അവനെ കൊണ്ട് എന്നെത്തിക്കുന്നത്. അവന്റെ മട്ടുപ്പാവെന്ന് പറയുന്നത് മനസാക്ഷിയെ കഠിനമാക്കുന്ന മട്ടുപ്പാവുകൾ. ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന 2-3 വാക്കുകളുണ്ട്. ഒന്ന് മാനഭംഗം, 2 പീഡനം. ഈ 2 വാക്കുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും മാധ്യമങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നുമൊക്കെ ഈ ഒരു വാക്ക് കേൾക്കാതെ ഒരു ദിവസം പോലും കണ്ണെടുക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. തീർച്ചയായും സ്വന്തം പിതാവിന്റെ കൂടെ, സ്വന്തം മാതാവിന്റെ കൂടെ, രക്തത്തിൽ നിന്ന് രക്തവും അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമായ സഹോദരങ്ങളുടെ കൂടെ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം, ഒരു കട്ടിലിൽ പോലും അപ്പനോടൊത്ത് കിടന്നുറങ്ങുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം, മനസാക്ഷികൾ കഠിനമാകുന്ന ഒരു കാലഘട്ടം, രക്തബന്ധങ്ങളെ തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം, കടമകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം, തന്നെ താനാക്കി മാറ്റിയ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയതയുടെ കാലഘട്ടം. ഇതെല്ലാം ദാവീദിന് ലഭിച്ച മട്ടുപ്പാവിന്റെ അനുഭവം നമ്മുടെ എത്രയോ പേരുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് ശ്രേഷ്ഠമായി മതിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദാവീദ് രാജാവ് തിരിച്ചറിയുന്നുണ്ട്, ഊരിയാവിന്റെ തനിക്ക് വേണ്ടി പടവെട്ടുന്ന ഊരിയാവിന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ദാവീദ് രാജാവ് സ്നേഹിച്ചതിലും അധികമായി രാജാവിനെയും തന്റെ സൈന്യത്തെയും സ്നേഹിച്ച ഊരിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ഇവൾ ഗർഭിണിയായെന്ന് കരുതി അതിന്റെ കുറ്റം ഇവന്റെ ഭർത്താവിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുവാൻ തക്കവണ്ണം ഊരിയാവിനെ രണഭൂമിയിൽ നിന്ന് വിളിച്ചു വരുത്തി. ഒന്നാമതായി വിളിച്ചു വരുത്തിട്ട് വലിയൊരു വിരുന്നൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പൊക്കൊള്ളുക. അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഏതു മനുഷ്യനും ചില തിരിച്ചറിവുകൾ ലഭിക്കുന്നത് ചില നിസാരമായ ചെറിയ മനുഷ്യരിൽ നിന്ന്, നാം തള്ളിക്കളയുന്നവരിൽ നിന്ന്,
നാം പരിഹസിക്കുന്നവരിൽ നിന്ന് നാം ലഭിക്കുന്നു എന്ന് ചിന്തയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ദൈവത്തിന്റെ ദൂത് നമുക്ക് ലഭിക്കുന്നത്. ഊരിയാവ് പറയുകയാണ്, രാജാവേ, അങ്ങയുടെ സൈന്യം മുഴുവനായി അങ്ങയുടെ ദൈവത്തിന്റെ ഇസ്രയേലിലെ ദൈവത്തിന്റെ പെട്ടകം രണഭൂമിയിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് എങ്ങനെ പോകും? വലിയൊരു തിരിച്ചറിവാണ് ലഭിക്കുന്നത്. ഇന്ന് ഓർത്തഡോക്സുകാരെന്ന് പറയുന്ന നമുക്ക് മറ്റ് അക്രൈസ്തരായ മനുഷ്യർ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, ആരാധനയുടെ അനുഭവത്തിൽ, ദേവാലയങ്ങളിലെ വിശുദ്ധിയുടെ അനുഭവങ്ങളിൽ ഇതുപോലെ ദാവീദ് രാജാവിന് ഊരിയാവ് തിരിച്ചറിവ് നൽകുന്നു. അവിടെയൊക്കെ അവന്റെ മനസാക്ഷി കഠിനമായി തീർന്നു. രണ്ടാമത് രാജാവ് വീണ്ടും അവനൊരു സമ്മാനമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം അവൻ പരിചാരകരൊത്ത് കൊട്ടാരത്തിൽ തന്നെ കിടന്നുറങ്ങി. മൂന്നാമത് യോവാബിന്റെ കയ്യിലേക്ക്, ഊരിയാവിന്റെ കയ്യിലാണ് ഒരു എഴുത്ത് കൊടുത്തു വിടുകയാണ്. ഇവനെ യുദ്ധം ശക്തിയാകുന്നിടത്ത് നിർത്തി ഇവനെ വധിക്കണം. എഴുത്തുമായി പോകുമ്പോൾ വിശ്വസ്തനായതുകൊണ്ട് അവന് വേണേ തുറന്നു നോക്കാം, രാജാവിന്റെ ചതിയെ തിരിച്ചറിയുവാൻ സാധിക്കും. അവൻ എഴുത്തുമായി പോയി അവനെ യോവാബ് യുദ്ധമുന്നണിയിൽ നിർത്തി വകവരുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, വകവരുത്തി കഴിയുമ്പോൾ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് ഒരു ഉപമ എന്ന രീതിയിൽ ഒരു കഥ പറയുകയാണ്. കഥ പറയുമ്പോൾ ദാവീദ് രാജാവ് പറയുകയാണ്, ആ തെറ്റ് ചെയ്ത മനുഷ്യൻ ശിക്ഷിക്കപ്പെടണം. നമ്മുടെ ഒരു ചിന്ത പോലെയാണ്. നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ച് അവരിലെ സമൂഹത്തിലെ കുറ്റങ്ങൾക്കെതിരെ വാളെടുത്തോങ്ങുന്ന ഹേരോദാവിന്റെ ഒരു ചിന്ത, ഹേരോദാവിന്റെ സ്വാർത്ഥതയുടെ ഒരു ചിന്തയാണ് നമ്മളിലും മതിക്കുന്നത്. ദാവീദ് രാജാവ് പറയുകയാണ്, ആക്രോശിച്ചുകൊണ്ട് പറയുകയാണ്, 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആ തെറ്റ് ചെയ്ത മനുഷ്യൻ മരിക്കേണ്ടവനാകുന്നു. അവിടെ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെയാകുന്നു, ആ മനുഷ്യൻ നീ തന്നെയാകുന്നു. ഇന്ന് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. ജീവിതത്തിന്റെ പാപങ്ങളുടെ അടിയുറച്ച് വേരൂന്നി വളരുന്ന കളകളുടെ നടുവിൽ ഒരു തിരിച്ചറിവ് ദൈവം നിനക്ക് നൽകുകയാണ്. പ്രവാചകനിലൂടെ, ദൈവിക സന്ദേശത്തിലൂടെ, പുരോഹിതനിലൂടെ ദൈവിക വെളിപാടുകൾ നിനക്ക് ലഭിക്കുകയാണ്. ആ കുറ്റം ചെയ്ത മനുഷ്യൻ നീ തന്നെയാണ്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. പ്രവാചകൻ വന്ന് ദാവീദിനെ വിവരം ധരിപ്പിക്കുന്നത് വരെ ദാവീദ് അറിഞ്ഞിരുന്നില്ല ഞാൻ പാപത്തിൽ വീണുപോയിരുന്നു. ദാവീദ് മട്ടുപ്പാവിൽ നിന്ന് നേരെ വീണത് കൊളക്കരയിലേക്കാണ്. ആ വീഴ്ച തിരിച്ചറിയുവാൻ സാധിച്ചില്ല. ആ വീഴ്ച ദാവീദ് തിരിച്ചറിയുന്നത് നാഥാൻ പ്രവാചകനിലൂടെയാണ്. അവിടെയാണ് ഒരു കൊടും പാപിയുടെ രോദനം ദാവീദ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ആരാധനയിലും, ഓർത്തഡോക്സുകാരന്റെ ആരാധനയിലും ഇപ്രകാരമുണ്ട്, ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഇതിൽ കൂടുതൽ വലിയൊരു പാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ സിന്ധു ഇനി അവന്റെ ജീവിതത്തിലില്ല. കൊടും പാപിയുടെ രോദനം നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു, നീയാണ് പാപം ചെയ്ത വ്യക്തി. ചില പാപങ്ങൾ, ചില കാഴ്ചകൾ, ചില അനുഭൂതികൾ നിന്റെ ജീവിതത്തിൽ രസം പകരുമ്പോൾ, അത് നിന്നെ രസിപ്പിക്കുമ്പോൾ, ആനന്ദിപ്പിക്കുമ്പോൾ, ദാവീദ് രാജാവ് പാപം ചെയ്തു. അവൻ തിരിച്ചറിയുമ്പോൾ അവൻ പറയുകയാണ്, നിന്റെ ആനന്ദവും സന്തോഷവും എനിക്ക് തിരികെ തരണമേ. ഇതുവരെ ഞാൻ ത്രസിച്ച ലോകത്തിന്റെ ആനന്ദങ്ങളും സന്തോഷങ്ങളും എന്നെ മതിപ്പിക്കുന്നില്ല. അതൊക്കെ നൈമിഷികമായ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ദാവീദ് പറയുകയാണ്, നിന്റെ ആനന്ദവും സന്തോഷവും എനിക്ക് തിരിച്ചു തരണമേ. അവിടെയാണ് 32-ാം സങ്കീർത്തനം ദാവീദ് പാടുന്നു, ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കാപട്യമില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. മനുഷ്യൻ ബലഹീനനാകുന്ന ചില നിമിഷങ്ങളുണ്ട്, മനുഷ്യന് തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പാപം ചെയ്ത് ദൈവത്തെ മറന്നു പോകുമ്പോൾ, പാപം അതിശക്തമായി ഹൃദയത്തിൽ വേരൂന്നി വളരുമ്പോൾ, പ്രവാചകനിലൂടെ ദൈവദൗത്യം ഓർപ്പിക്കുമ്പോൾ ദൈവമുമ്പാകെ പശ്ചാത്താപത്തോടുകൂടി ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. ദാവീദ് ഇവിടെ ഏറ്റുപറയുന്നു, ദൈവമേ, എന്റെ പാപം കാണാതെ വണ്ണം നിന്റെ മുഖം മറച്ചു കളയണമേ. എന്റെ പാപം കാണാതെ വണ്ണം നിന്റെ മുഖം മറച്ചു കളയണമേ. ഒരു തിരിച്ചറിവുണ്ടാകണം, പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു വരണം, ഒരു യഥാർത്ഥമായ കുംഭസാരത്തിന്റെ അനുഭവം ഉണ്ടാകണം.
ഞാൻ പറയും, ഇന്ന് ദേവാലയങ്ങളിൽ ഏറ്റവും അധികം പരിഹസിക്കപ്പെടുന്ന ഒരു സ്ഥലം കുമ്പസാരമേശയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ തിരുവല്ല പാലിയേക്കര പള്ളിയിൽ പ്രസംഗിക്കുവാൻ പോയി. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ ഒരു 35-40 വയസ്സ് കാണും. ഒരു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഒന്ന് കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന വികാരിയച്ഛന്മാർ 2 പേരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വികാരിയച്ഛന്മാരോട് പറഞ്ഞപ്പം പറഞ്ഞു, ആ അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇതുപോലെ വിശുദ്ധ മദ്ബായുടെ പടികളിൽ ഇരുന്നു. ആ മനുഷ്യൻ വന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നു. അവൻ ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരുകൾ ഒഴുകുന്നുണ്ട്. ഞാൻ അന്നേരം ചിന്തിച്ചു, ഇത്രമാത്രം കണ്ണുനീരുള്ള ഒരു മനുഷ്യനെ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. മരണത്തിനോ സങ്കടത്തിനോ രോഗത്തിൻ്റെയൊക്കെ മുമ്പിലാണ് നാം കരയുന്നത്. പക്ഷേ ദേവാലയത്തിൽ വന്ന പാപിനിയായ സ്ത്രീ കരഞ്ഞ പോലെ തൻ്റെ പാപത്തെ മുഴുവൻ അവൻ ഏറ്റുപറയുകയാണ്. രാത്രിയിൽ വീട്ടിൽ ചെന്ന് എന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. ഞാൻ വേറൊരു തിരക്കിലായിരുന്നു, എന്നെ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ വിളിച്ചപ്പം പറഞ്ഞു, അച്ഛാ 8 വർഷക്കാലമായി ഞാൻ കുമ്പസാരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സ് തോന്നുന്നത് ജീവപര്യന്തത്തിന് വിധിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നവന്റെ ഒരു ആത്മാവിന്റെ സന്തോഷവും ആനന്ദവുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത്. അച്ഛൻ പോകുന്നിടത്തെല്ലാം എൻ്റെ പേരുൾപ്പെടെ പറഞ്ഞോളൂ അച്ഛാ. എനിക്ക് ലഭിച്ച ആ ദിവ്യമായ സന്തോഷം ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്ക് ലഭിക്കണം. ഒന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിലേക്കൊന്ന് സന്നിവേശിപ്പിച്ചു നോക്കണം. എന്തിനു വേണ്ടിയാണ് വിശുദ്ധമായ ദേവാലയത്തിന്റെ കുമ്പസാരക്കൂടിന്റെ മുമ്പാകെ എന്ന് കുമ്പസാരിക്കുന്നത്? ഒന്നീ പെരുന്നാളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ 50 നോയമ്പിന് മുമ്പ് കോറം തികയ്ക്കുവാൻ തക്കവണ്ണം മേശയിൽ പേരെഴുതുവാൻ തക്കവണ്ണം, അതിൽ കൂടുതൽ ആത്മാർത്ഥമായ ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്, മനസ്സു തുറന്നു പറയുവാൻ കഴിയാത്തത് കൊണ്ടാണ് അനേകം മനുഷ്യർ ക്രൂരമായ കുറ്റകൃത്യത്തിന് കാരണമാകുന്നത്. അനേകം മനുഷ്യരുടെ ഹൃദയം തഴമ്പിക്കുന്നത് പാപങ്ങൾ അടിക്കടി അട്ടിപ്പേറായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവന് നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത്. ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സുഖസൗകര്യങ്ങളും സമ്പാദ്യങ്ങളും മുഴുവനുണ്ട്, പക്ഷെ ഇന്നെന്റെ ദുഃഖം എനിക്കൊന്ന് മനസ്സ് തുറക്കുവാൻ, ഭാര്യ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ്, മനസ്സ് തുറക്കുവാനായിട്ട് ആരുമില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു കുമ്പസാരത്തിന്റെ അനുഭവം എൻ്റെ ആരാധനാ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ ഭവനത്തിൽ ഒരു കുമ്പസാരത്തിന്റെ അനുഭവം ഉണ്ടാകണം. അപ്പൻ അമ്മയോടും മക്കളോടും, അമ്മ അപ്പനോടും മക്കളോടും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം. പാപത്തിന്റെ ദുരവസ്ഥകളല്ല, ജീവിതത്തിന്റെ സകല ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെ അനുഭവങ്ങൾ ഒരുമിച്ച് കുടുംബമായിരുന്ന് ഷെയർ ചെയ്യുന്ന ഒരു വേറെ കുമ്പസാരത്തിന്റെ അന്യൂന്യമായ ശ്രേഷ്ഠമായ ഒരനുഭവം. ഇന്ന് കുമ്പസാരം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ് തിരിച്ചറിവ് നഷ്ടപ്പെട്ട് ഏത് കുറ്റകൃത്യത്തിലും ഏത് ഹീനകൃത്യത്തിലും കാണുന്നത് ഒന്നാന്തരം സത്യക്രിസ്ത്യാനികളുടെ പേരുകളാണ്. ദാവീദ് ഇവിടെ തിരിച്ചറിയുകയാണ് പ്രവാചകനിലൂടെ, ഞാൻ മഹാപാപിയായ മനുഷ്യനാകുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ഏറ്റുപറയുമ്പോൾ ദൈവം നിന്റെ കണ്ണുനീരുകളെ മാനിക്കും. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കണമേ. നിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടമെന്ന് പറയുന്നത് നിന്റെ കണ്ണുനീരാണ്. നീ എത്രമാത്രം കണ്ണുനീരുകളെ ദൈവസന്നിധിയിൽ പൊഴിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹങ്ങളെ നിനക്ക് കിട്ടും. നീ പൊഴിക്കുന്ന കണ്ണുനീരുകൾ തൂക്കിയാണ് നിനക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത്. കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കഴിഞ്ഞ മാസത്തെ വനിതയിൽ അതിനകത്ത് നോക്കി പേജ് മറിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. ഇന്ന് ആർക്കും കണ്ണുനീരില്ല. കണ്ണുനീര് കണ്ണിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും കാര്യക്ഷമമായ വസ്തുതയാണ്. കണ്ണുനീര് കൊണ്ടാണ് കണ്ണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, ചില കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് ഹാഗാർ കണ്ണുനീർ അവൾ കണ്ണിൽ കൂടെ കണ്ണുനീരെല്ലാം പോയി കഴിയുമ്പോഴാണ് ആ നിമിഷത്തിലാണ് അവൾ തിരിച്ചറിയുന്നത് ദൈവം അവിടെയുണ്ട്. ബാലന് നീരുറവ ഒഴുക്കിക്കൊടുത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം പോലും. തീർച്ചയായും കണ്ണുനീരോടുകൂടി നീ വിതയ്ക്കുന്നുവെങ്കിൽ നിനക്ക് ആർപ്പോടെ കൊയ്യുവാനായിട്ട് സാധിക്കും. ചില ദൈവിക ദർശനങ്ങൾ, ദൈവികമായ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിനുണ്ടാകും. ദാവീദയുടെ ആഴമായ ദൈവിക സ്വാന്തനം, ദൈവികമായ പരിരക്ഷ, ദൈവികമായ ഒരു അനുഭവം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. രണ്ടാമത് ദാവീദിന്റെ പരാജയം എന്ന് പറയുന്നത് അനുദിനം
അവൻ ശക്തനായിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ശക്തിമത്തായ അനുഭവങ്ങളിലേക്കാണ് ദാവീദ് പോകുന്നത്. രണ്ടാമത്തെ ദാവീദിന്റെ പരാജയം സ്വന്തം ശക്തിയിലുള്ള അഹങ്കാരം. ദാവീദ് നോക്കിയപ്പോൾ തന്റെ ശത്രുക്കളായ മുഴുവൻ രാജ്യത്തിലും എതിരായി, രാജ്യത്തിനെ മുഴുവൻ വകവരുത്തി തന്റെ കാൽക്കീഴായി എല്ലാ രാജ്യങ്ങളുമുണ്ട്. താൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ മുഴുവൻ ദൈവം എനിക്ക് വിജയം നൽകുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2 ശമൂവേൽ 24 അധ്യായത്തിൽ അവന് സകലതിനും വിജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനൊരു മോഹം തോന്നി, ഞാൻ എത്ര വലിയ സൈന്യത്തെയാണ് ഭരിക്കുന്നത്, എൻ്റെ അധികാര സീമയിൽ എത്ര ലക്ഷം ജനങ്ങളാണുള്ളത്. രാജാവ് പറഞ്ഞു ജനത്തെ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തുവാൻ. യോവാബ് പറഞ്ഞു, രാജാവേ, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ദൈവത്തിന് ജനത്തെ എണ്ണരുത്. ദാവീദ് പറഞ്ഞു, നീ ജനത്തെ എണ്ണിക്കോളൂ. അവൻ എത്ര വലിയ ശക്തിയാണ് നയിക്കുന്നത്, അവന്റെ ശക്തി എന്താണ് തിരിച്ചറിയുന്നതിലൂടെ അവനെ മത്തുപിടിപ്പിച്ചു. അവന്റെ അഹങ്കാരം അവനെ മത്തുപിടിപ്പിച്ചു കളഞ്ഞു. അവൻ എണ്ണി 8ഉം 5ഉം 13 ലക്ഷം പേരെ എണ്ണി. പ്രിയമുള്ളവരെ, അവൻ തന്റെ സമ്പത്തിൽ തനിക്ക് ദൈവം നൽകിയ ജനത്തിൽ അവൻ ഊറ്റം കൊണ്ടു. 13 ലക്ഷം പേരെ എണ്ണി. സ്വന്തം ശക്തിയിലെ അഹങ്കാരം അവൻ എണ്ണി. അവൻ എന്തിൽ ഊറ്റം കൊണ്ടുവോ, ദൈവത്തെക്കാൾ ഉപരിയായി എന്തിൽ നാം ഊറ്റം കൊള്ളുന്നുവോ, എന്തിൽ അഭിമാനിക്കുന്നുവോ, അത് നിനക്ക് നഷ്ടപ്പെടും. 70,000 പേർ മഹാമാരിയിൽ നശിച്ചുപോയി. 70,000 പേർ മഹാമാരിയിൽ നശിച്ചുപോയി. ഇവിടെ കരയുന്ന പലരുടെയും ജീവിതാനുഭവങ്ങൾ കുടുംബജീവിതത്തിന്റെ പവിത്രതയിൽ, സാമൂഹിക ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ, വ്യക്തിജീവിതത്തിന്റെ വിശുദ്ധികളിൽ അഹങ്കാരത്തിന്റെ ചില മാനങ്ങൾ, അഹങ്കാരത്തിന്റെ ചില നോട്ടങ്ങൾ, സ്പർശനങ്ങൾ, അഹങ്കാരത്തിന്റെ ചില വാക്കുകൾ എത്ര കുടുംബ ജീവിതങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ തിരിച്ചറിവുണ്ടാകണം. 1 വർഷത്തിന് മുമ്പ് കുറെ നാളുകൾ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വ്യക്തിയുണ്ട്, ഗദാഫി എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ പറഞ്ഞു, കോടാനുകോടി ഡോളറാണ് എൻ്റെ സമ്പാദ്യം. സ്വന്തമായി സ്വർണം കൊണ്ട് നിർമ്മിച്ച 3 തോക്കുകൾ, പരിചരണത്തിന് 40 സുന്ദരികളായ കന്യകമാരുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഈ ലോകത്തെ മുഴുവൻ അമേരിക്ക പോലും വിലയ്ക്ക് വാങ്ങാനുള്ള ശക്തി എനിക്കുണ്ട്. പക്ഷേ അതിന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിന്റെ അവസാനം നമുക്ക് വായിച്ചറിയുവാനിടയായി. അവനെ സൈന്യം മുഴുവനായി വളയുമ്പോൾ ഭൂമിക്കടിയിൽ തുരങ്കത്തിൽ കൂടി അവൻ യാത്ര ചെയ്ത് അവന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷം അവൻ എത്തിയത് ഒരു അഴുക്ക് ചാലിലാണ്. നമ്മുടെ റോഡിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന അഴുക്ക് ചാല് പോലുള്ള വൃത്തികേടുകൾ വലിച്ചെറിയുന്ന സ്ഥലത്ത് അഴുക്ക് ചാലിലെത്തിയപ്പോൾ മരണത്തിനെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ ഒരു കഷണം കല്ലെടുത്തവൻ കോൺക്രീറ്റ് സ്ലാബിൽ എഴുതി വെച്ചു, ഗദാഫി ഒന്നുമല്ല, അല്ലാഹു ആണ് സർവ്വതിനെയും പരിപാലിക്കുന്നത്, അല്ലാഹു മാത്രമേ ഉള്ളൂ വലിയവനെന്ന് ഒരു തിരിച്ചറിവുണ്ടായി. മരണത്തിന്റെ മുമ്പിൽ, കഠിനമായ രോഗങ്ങളുടെ നടുവിൽ ചില നിമിഷങ്ങളിൽ നിർനിമേഷരായി നോക്കി നിൽക്കേണ്ട അനുഭവം ഉണ്ടാവും. കോടാനുകോടി സ്വത്തും, നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം, നിന്റെ സൗന്ദര്യം, നിന്റെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, നിന്റെ ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ ജോലി, കുടുംബ മഹിമ, പ്രൗഢിയൊന്നും ദൈവം വെക്കുന്ന വാളുകൾക്ക് മുമ്പിൽ, ദൈവം തരുന്ന ചില നിമിഷങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും വിലപ്പോവില്ലെന്നൊരു തിരിച്ചറിവ് നിനക്കുണ്ടാകണം. എത്രയോ അഹങ്കാരത്തിലെ നിമിഷങ്ങൾ, ദേവാലയങ്ങളെ പോലും ആത്മീയതയെ പോലും നിന്റെ പണം കൊണ്ട് വെല്ലുവിളിക്കുന്ന എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം മാവേലിക്കരയുള്ള ഒരു ദേവാലയത്തിൽ വെച്ചൊരു മനുഷ്യൻ പറയുകയാണ്, മാത്യൂസ് തിരിയൻ ബാവ, എപ്പിപ്പാനിയോസ് തിരുമേനി, വൈദികൻ ഉൾപ്പെടെ എത്രയോ പേരെ ഞാൻ പ്രതിക്കൂട്ടിൽ കൊലപാതകളുടെയും മറ്റുള്ളവരുടെയും കൂടെ കയറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നോടാണോ അച്ഛൻ സംസാരിക്കുന്നത്? നീ തിരിച്ചറിയുന്നില്ല, നിന്റെ അഹങ്കാരത്തിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ നിമിഷങ്ങളിലാണ് നിന്റെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ പരിശുദ്ധനായ പരിമല തിരുമേനി പറയുന്നുണ്ട്, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവമുണ്ട്. ചിന്തിച്ചോണം, നിന്റെ വീഴ്ചയിലേക്ക് അടുക്കുമ്പോഴാണ് നിനക്ക് അഹങ്കാരം കൊണ്ട് മത്തുപിടിക്കുന്നത്. ഇവിടെ അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ച മനുഷ്യൻ
എന്തിൽ ഊറ്റം കൊണ്ടുവോ ഊറ്റം കൊണ്ട മനുഷ്യനെ ദൈവം തമ്പുരാൻ അവൻ എന്തിൽ ഊറ്റം കൊണ്ടുവോ 70,000 ജനങ്ങളെ മഹാമാരി കൊണ്ട് നശിപ്പിക്കുകയാണ്. 2 ശമൂവേൽ 24 അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവൻ പറയുകയാണ്, 3 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ദൈവമോന്. അവൻ പറയുകയാണ്, മനുഷ്യന്റെ കൈകളിൽ വീണു പോകരുത്, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഉത്തമമല്ലോ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവമേ ഈ ജനത്തെ ശിക്ഷിക്കരുതേ, പകരം എന്നെ ശിക്ഷിച്ചോളൂ. തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് നിന്റെ അഹങ്കാരത്തിന്റെ മുമ്പിൽ നീ ഏതിൽ ഊറ്റം കൊള്ളുന്നുവോ അവിടെ നിനക്ക് ദൈവം ഒരടി തരുമ്പോഴാണ്, ശിക്ഷിക്കുമ്പോഴാണ് നിനക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഇനിയും ഹൃദയഭേദകമായ ഹൃദയത്തിൽ തളിരിതമാകുന്ന ഒരു അനുഭവത്തിലേക്കാണ് ദാവീദ് പോകുന്നത്. ആ സമയം ദൈവത്തിന്റെ ദൂതൻ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് യെബൂസ്യനായ അരവനയുടെ മെതിക്കളത്തിൽ വെച്ചാണ്. അവിടേക്ക് ദാവീദ് രാജാവ് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് യെബൂസ്യനായ അരവനയോട് പറയുകയാണ്, നിന്റെ മെതിക്കളം എനിക്ക് തന്നാലും എന്റെ ദൈവത്തിന് ഞാൻ പശ്ചാത്താപപൂർവം ദൈവസന്നിധിയിൽ ഹോമയാഗങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നീ എനിക്ക് നിന്റെ മെതിക്കളം എനിക്ക് തരണം. നാം ഇന്ന് നമ്മുടെ ദേവാലയ ജീവിതം, ആത്മീയ ജീവിതം പോലും ചില സമയത്ത് സ്ലീഹന്മാരുടെ കൂട്ട് ആകാറുണ്ട്. സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ക്വസ്റ്റ്യൻ മാർക്കും. നമ്മുടെ ദൈവത്തോടുള്ള വിനിമയം, ദൈവത്തോടുള്ള ആശയം പോലും എനിക്ക് എന്തു കിട്ടുമെന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് അതിയായി നാം ദൈവത്തെ കാംക്ഷിക്കുന്നത്. ഇവിടെ ദാവീദ് രാജാവ് അരവനയോട് പറയുമ്പോൾ അവൻ പറയുകയാണ്, രാജാവേ നീ ഇത് സൗജന്യമായിട്ട് എടുത്തോളൂ. നീ മെതിവണ്ടിയും ഗോതമ്പും ഈ സ്ഥലവും എല്ലാം നീ വിറകും സൗജന്യമായി നീ എടുത്തോളൂ. ദാവീദ് പറയുകയാണ്, എന്റെ ദൈവത്തിന് ഒരു ചില്ലി കാശ് പോലും മുടക്കാതെ എന്റെ ദൈവത്തിന് ഞാൻ യാഗമർപ്പിക്കുകയില്ല. ദൈവത്തിന് ഒരു ചില്ലി കാശ് പോലും മുടക്കാതെ എന്റെ ദൈവത്തിന് ഞാൻ യാഗമർപ്പിക്കുകയില്ല. അവൻ ദൈവസന്നിധിയിൽ പശ്ചാത്താപപൂർവം ഏറ്റുപറഞ്ഞ്, തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ്, തന്റെ മരണം പോലും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്ന ഒരു ദാവീദിനെ അവിടെ കാണുന്നുണ്ട്. ചിന്തിക്കണം, ഭാവിയിൽ ശലോമോൻ പണിയേണ്ട യെരൂശലേം ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയിട്ടത് ഈ ഒർന്നാന്റെ മെതിക്കളത്തിൽ വെച്ചാണ്. ഈ ഒർന്നാന്റെ മെതിക്കളത്തിലാണ് ശലോമോൻ പണിയേണ്ട യെരൂശലേം ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയിട്ടത്. പ്രിയമുള്ളവരെ, ചില നിമിഷങ്ങളൊന്നും നമുക്ക് സൗഭാഗ്യങ്ങളുടെ നിമിഷങ്ങളും തോന്നിപ്പോകുമ്പോൾ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് RCCയിലോ ലേക്ക് ഷോറിലോ ഇങ്ങനെയുള്ള ക്യാൻസർ രോഗികൾ കിടക്കുന്നിടത്തൊന്ന് കൊണ്ട് കാണിക്കണം. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചൊരു തിരിച്ചറിവ് നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തിന്? മാതാപിതാക്കളായ നമ്മൾക്ക് പോലും തിരിച്ചറിയണം, സമ്പത്തിന്റെ പേരിൽ, 1 സെന്റ് വസ്തുവിന്റെ പേരിൽ, കുറെ പൈസയുടെ പേരിൽ, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി എത്രയോ പേരുടെ ജീവൻ ഹനിക്കുന്ന ചില ക്രൈസ്തവ പാരമ്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെയൊക്കെ ദൈവം നമുക്കൊരു തിരിച്ചറിവ് നമുക്ക് നൽകണം. പ്രിയമുള്ളവരെ, ദൈവം തിരിച്ചറിവ് തന്നാലേ നമുക്ക് തിരിച്ചറിവാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഈ വർഷം പ്രാർത്ഥിക്കണം, ദൈവമേ നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്കവണ്ണം മാത്രം എനിക്ക് കൃപ നൽകണം. നന്മയും തിന്മയും, നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും തിരിച്ചറിയുവാനുള്ള കൃപ നൽകണം. ദാവീദിന്റെ യാഗത്തിൽ യഹോവയാം ദൈവം ഇറങ്ങി പ്രസാദിച്ചു. ഹൃദയം തകർന്നു നിൽക്കുന്നവന്റെ മുമ്പിൽ ഹൃദയത്തിൽ ഒന്നുമില്ല എന്ന് ആത്മാവിന്റെ നഗ്നതയാണ് കുമ്പസാരം. ആത്മാവിന്റെ നഗ്നതയോടുകൂടി ഞാൻ ഒന്നുമല്ല, ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ് എന്ന ബോധ്യത്തോടെ ദൈവമുമ്പാകെ യാഗമർപ്പിച്ചവന്റെ മുമ്പിൽ ദൈവം പോലും ഇറങ്ങി വന്നവന്റെ യാഗത്തിൽ പ്രസാദിക്കുന്ന അനുഭവം. അതായിരിക്കണം ദേവാലയ ജീവിതം, അതായിരിക്കണം വിശുദ്ധ കുർബാനയുടെ അനുഭവം. പ്രവാചകനിലൂടെ നീ കുമ്പസാരിച്ച് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം നിന്നിൽ പ്രസാദിക്കും. കറ്റാനം വലിയ പള്ളി സ്തേപ്പാനോസയുടെ പള്ളിയാണ്. ഞാൻ ആ സ്വദേശിയാണ്. സ്തേപ്പാനോസയുടെ പള്ളിയിൽ പെരുന്നാൾ സമയത്ത് കുർബാന 3-ാം ദിവസം എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബ്രസ്റ്റിനെ ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ചപ്പോൾ തിരുമേനി ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത നിന്റെ രക്തവും. ഈ സ്ത്രീ, അക്രൈസ്തവായ സ്ത്രീ,
അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, കർത്താവേ, ആ പുരോഹിതൻ കാണിക്കുന്ന പോലെ ഞാൻ നിന്റെ തിരുശരീരരക്തങ്ങളെ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അവിടെയാണ് അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിന്റെ തിരുശരീരരക്തങ്ങൾ സ്പർശിക്കുവാൻ പോലും കഴിയാത്ത സ്ത്രീക്ക് ക്യാൻസറിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പൂർവിക പിതാക്കന്മാർ പറയുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സൗഖ്യത്തിന്റെ കാസായാണ്. സൗഖ്യം നിനക്ക് ഒഴുകി വരുന്ന കാസായാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം. നീ എത്രമാത്രം വിശുദ്ധി അതിൽ പാലിക്കുന്നുണ്ട്? കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, അയോഗ്യമായി അപ്പം ഭക്ഷിക്കുന്നവൻ ശിക്ഷാവിധിക്ക് അർഹനായി തീരും. നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായിട്ടുള്ളത് ഇങ്ങനെയാകുന്നുവല്ലോ എന്ന് വിശുദ്ധ വേദഭാഗം നമ്മോട് സംവദിക്കുന്നു. ജീവിതത്തിൽ കൃപയെ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളിൽ പശ്ചാത്താപപൂർവം അനുതാപപൂർവം ദൈവമുമ്പാകെ യാഗമർപ്പിച്ച ദാവീദിന് വീണ്ടും ദൈവകൃപയിലേക്ക് അവൻ തിരികെ വരികയാണ്. അവൻ അങ്ങനെ ദൈവകൃപ പ്രാപിച്ചു. രണ്ടാമതായി നാം ചിന്തിക്കുന്നത്, കൃപയിലൂടെ ജനിച്ച ഒരു വ്യക്തിത്വം, പക്ഷേ ജഡീക സുഖങ്ങൾക്ക് വേണ്ടി ദൈവകൃപയെ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടും അതിനെ വകവെക്കാതെ ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിത്വം. നമുക്കറിയാം, ഇസ്രയേലിൽ രാജാക്കന്മാരുടെ ഭരണം നിലച്ചപ്പോൾ ഇസ്രയേലിലെ ഭരണം നടത്തിയിരുന്നത് ന്യായാധിപന്മാരാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന പോലെ ഒരു അപ്പനെയും അമ്മയും കാണുന്നു. കർത്താവിന്റെ കൽപ്പനകളിൽ കുറ്റമറ്റ ജീവിതം നയിക്കുന്നവർ, നീതിയുള്ള മാതാപിതാക്കൾ. അത്തരത്തിൽ മനോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവന്റെ ഭാര്യ ഉത്തമയായ സ്ത്രീയാണ്, പേര് പറയുന്നില്ല. മനോഹയും അവന്റെ ഭാര്യയും വന്ധ്യത ബാധിച്ച വ്യക്തിത്വം. ലോകപ്രകാരം അവളുടെ ഉദരം ഒരു മകനെ, ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വയ്യാതെ ഉദരം അടച്ചു കളഞ്ഞ ഒരു വ്യക്തിത്വം. പക്ഷെ അവിടെ ദൈവസന്നിധിയിൽ നീതിയുള്ള ജീവിതം നയിച്ച ഈ വ്യക്തിത്വത്തിന് മുമ്പാകെ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ അവൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ അവളോട് ദൈവവചനം സംവദിക്കുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാകും, നീ ഒരു മകനെ പ്രസവിക്കും. പ്രിയമുള്ളവരെ, ശൗമേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ പറ്റി കാണുന്നുണ്ട്. അവള് ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ ബോർഡ് വെച്ചിരിക്കുന്നിടത്തല്ല അവൾ പ്രാർത്ഥിക്കുവാൻ പോയത്. അവൾ വന്ന് ദേവാലയത്തിൽ വന്നിരുന്ന് അവൾ പ്രാർത്ഥിച്ചു. ദേവാലയത്തിന്റെ സവിശേഷത എന്താണ്? മാടപ്രാവുകൾ കുറുകുന്ന സ്ഥലം, അനേക മനുഷ്യരുടെ കണ്ണുനീരുകൾ വീണ് കുതിർന്ന സ്ഥലമാണ് ദേവാലയം. അങ്ങനെയുള്ള ദേവാലയത്തിൽ ഹന്ന എന്ന് പറയുന്ന പ്രവാചകി വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ ചോദിക്കുന്നു, നീ വീഞ്ഞു കുടിച്ചു മത്തായിരിക്കുന്നുവോ? അവള് പറയുകയാണ്, അല്ല ജമാനനെ, ഞാനോ മനോവ്യസനമുള്ള സ്ത്രീയാണ്, എന്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയാണ്. ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ മൗനമായി പകരുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, ഈ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിന്റെ കൈകളെ സ്വർഗത്തിലേക്ക് മലർത്തുക, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ യാചിക്കുവാൻ തക്കവണ്ണം. ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദർശനം ഉണ്ടാകുകയാണ്. ലോകപ്രകാരം അടച്ചു കളഞ്ഞ നിന്റെ ഗർഭം ദൈവം തമ്പുരാൻ തുറന്നു തരും. നിന്റെ ഗർഭപാത്രത്തിൽ ഒരു ശിശു രൂപം കൊള്ളും. അവൾ അത് വിശ്വസിച്ചു ഭർത്താവിനോട് പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, ഈ നീ തരുവാൻ പോകുന്ന ശിശുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം പറയുന്നുണ്ട്, അശുദ്ധമായത് യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്, തൊടരുത്, വീഞ്ഞോ മദ്യമോ കുടിക്കരുത്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്രതനിഷ്ഠയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഇല്ലാതാകുന്ന ഒരു സമൂഹം. ശാസ്ത്രം പറയുന്നു 70% അപ്പന്റെ അമ്മയുടെയും സ്വഭാവ ഗുണങ്ങളാണ് മക്കൾക്ക് കിട്ടുന്നത്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ മുഴുവൻ നിന്റെ കുഞ്ഞിന്റെ ഗുണങ്ങളുടെ വിളനിലമായി തീരും. ഈ അമ്മ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ദീർഘമായ ഒരുക്കത്തിന്റെ ഒരു കാലഘട്ടം. ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഇപ്രകാരം, നിങ്ങൾ ചിന്തിക്കും ഞാനും ഫേസ്ബുക്ക് നോക്കണം, വല്ലപ്പോഴും നോക്കും. ഫേസ്ബുക്കിൽ ഒരു പടം കണ്ടു. 6 യുവതികൾ ഒരു കടൽ തീരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 6 യുവതികൾ കടൽത്തീരത്തിൽ വട്ടമിട്ടിരിക്കുന്നു. ഒരു ബീച്ചിലാണെന്ന് തോന്നുന്നു.
വട്ടമിട്ടിരുന്നിട്ട് അതിന്റെ നടുവിൽ 3-4 ബിയറിന്റെ കുപ്പികൾ, മദ്യക്കുപ്പികൾ, 3 പെൺകുട്ടികൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന പടം നെറ്റിൽ കൂടെ പ്രദർശിപ്പിക്കുകയാണ്. ലക്ഷോപലക്ഷം ആളുകൾ, 100 കോടിയിലധികം ആളുകൾ കാണുന്ന ഒരു ചിത്രം. എത്ര ആത്മധൈര്യത്തോടു കൂടിയാണ് നാം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന, വിദൂരങ്ങളിൽ പഠിക്കുവാൻ ലോൺ എടുത്തു പോലും പഠിക്കുവാൻ വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേക്കൂത്തുകൾ കാണുവാൻ തക്കവണ്ണം അത് രഹസ്യമായി ചെയ്തുവെങ്കിലും ലോകം മുഴുവൻ അറിയിക്കുവാൻ. ആണുങ്ങളുടെ കൂട്ട് എല്ലാം എത്തണമെന്നല്ലോ നമ്മുടെ ആഗ്രഹം. എല്ലാത്തിലും ആണുങ്ങളോടൊപ്പം നിൽക്കണം, ആണുങ്ങളോടൊപ്പം നിൽക്കണം വേണ്ട കാര്യങ്ങളിൽ. ഇവിടെ മദ്യവും മയക്കുമരുന്നും സിഗരറ്റും പോലും ഞങ്ങൾക്കുമാകുമെന്ന് കാണിക്കുവാൻ തൊക്കെ ചെയ്തിട്ട് വലിയ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന അനുഭവം. വീഞ്ഞും മദ്യവും നീ കുടിക്കരുത്. ഒരു മകൻ ജനിക്കുകയാണ്, അവന്റെ പേര് ശിംശോൻ എന്നാണ്. ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം ലൈക്ക് എ സൺ, സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ. ഒരു കൊച്ചു സൂര്യനാണ്. അവനൊരു സൂര്യനായിരുന്നു. കാരണം ഇസ്രായേൽ ജനത്തിന്റെ അടിമത്ത ജീവിതങ്ങളിൽ, ഇസ്രായേൽ ജനത്തിന്റെ പാപമംഗലമായ ജീവിതങ്ങളിൽ അവൻ 20 വർഷക്കാലം ആ ഇസ്രായേൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം അവൻ സൂര്യനെ പോലെ ശോഭിച്ചു. പിന്നീടാണ് വേദഭാഗം പറയുന്നത്, അവന്റെ യൗവനത്തിൽ യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. ഉറക്ക വായിക്കണം, 13-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് വേദഭാഗം പറയുന്നത്. എന്താ ഉദ്യമിപ്പിക്കുക? കാരണം അപ്പനും അമ്മയും അവരുടെ അമ്മയുടെ ഗർഭകാലത്തിൽ വീഞ്ഞും മദ്യവും തൊടാതെ വിശുദ്ധമായി ജീവിച്ചു. നീതിയുള്ള മാതാപിതാക്കളായിരുന്നു. നമ്മൾ ഇന്ന് എന്ത് നീതിയാ ദൈവസന്നിധിയിൽ? മനുഷ്യനോട് നീതി കാണിക്കാതെ ദൈവത്തോട് നീതി കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. മനുഷ്യനോട് കരുണ കാണിക്കാതെ ദേവാലയത്തിൽ കൊണ്ട് ഇവിടെ കൊണ്ട് കോടികൾ ഇട്ടിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ചിന്തിക്കണം, നിന്റെ കൺവെട്ടത്ത് കാണുന്നവരോട് നീതി കാണിക്കാതെ നീ എവിടെ നിനക്ക് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കുവാൻ സാധ്യമാകുന്നില്ല. ശിംശോൻ ജനിച്ചു, യൗവനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. വേറെ ഒരു വ്യതിരക്തതയുണ്ട്. ശിംശോൻ ഒരിക്കലും തെരഞ്ഞെടുത്തതല്ല നാസീർ വ്രതം. അവന്റെ ജീവിതത്തിൽ തന്നെ വന്ന് വീണതാണ് നാസീർ വ്രതം. നാസീർ വ്രതക്കാരനായവൻ യൗവനത്തിൽ തൻ്റെ ജന്മശത്രുക്കളായ ഫെലിസ്തീയ കന്യകയെ ചെന്നവൻ സ്നേഹിക്കുന്നു. മാതാപിതാക്കൾ വിലക്കുമ്പോൾ അവന്റെ ഒരു ചിന്ത, ഇവളിലൂടെ എനിക്ക് ഈ സൈന്യത്തെ മുഴുവൻ തോൽപ്പിക്കുവാൻ സാധിക്കും. പിന്നീട് ഭാര്യ കൂട്ടുകാരനെ തോഴിയാകും. അവസാനം ഗസയിലെ ദലീൽ എന്ന് പറയുന്ന ഒരു വേശ്യയുടെ മടിയിൽ ചെന്ന് അവൻ അധംപതിച്ചു പോകുന്ന ചിത്രം. കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അന്ധന്മാരെ പോലെ അവനിരുന്ന് ക്ഷേത്രം മുഴുവൻ നശിപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കുകയാണ്. എവിടെയാണ് ശിംശോന്റെ പരാജയം? 4 പരാജയകാരണങ്ങളുണ്ട് ശിംശോന്റെ ജീവിതത്തിൽ. ഒന്നാമത്, പാരമ്പര്യങ്ങളെ അവഗണിച്ചു. അതാണ് ഒന്നാമത്തെ പരാജയം. ഇന്ന് പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയാണ് ഓർത്തഡോക്സുകാരന്റെ ജീവിതശൈലി. ചില പാരമ്പര്യങ്ങളിൽ എന്തുകൊണ്ട് ഇതിന്റെ നടുക്ക് കയറിയിരിക്കുന്നില്ല? നമുക്ക് ചില പാരമ്പര്യങ്ങളും കൺസെപ്റ്റുകളുമുണ്ട്. ശിംശോന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ പരാജയം, പാരമ്പര്യങ്ങളെ അവഗണിച്ചു. എന്താ ശിംശോന്റെ പാരമ്പര്യം? യഹൂദനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഇവൻ പോയി വിവാഹം കഴിക്കുന്നത് ജന്മശത്രുക്കളായ ഫെലിസ്തീയ കന്യകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ കുടുംബജീവിതത്തിൽ നാം ചിന്തിക്കാറുണ്ട്. ഇവിടെ ഓർത്തഡോക്സ് മാത്രമല്ല, സകലരുമുണ്ട്. ക്രിസ്ത്യാനികൾ ചിന്തിക്കും, ഓർത്തഡോക്സുകാർ ചിന്തിക്കും, എനിക്കൊരു ഓർത്തഡോക്സുകാരൻ തന്നെ മതി, എൻ്റെ മോക്ക് ഒരു ഓർത്തഡോക്സുകാരൻ തന്നെ, എൻ്റെ മോന് ഒരു ഓർത്തഡോക്സുകാരി തന്നെ. മർത്തോമക്കാർ അങ്ങനെ എല്ലാ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അവസാനം നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത്, എൻ്റെ മോന് ഒരു പെൺകൊച്ചിനെ തന്നെ കിട്ടണം, എൻ്റെ മോക്ക് ഒരാൺകൊച്ചിനെ തന്നെ കിട്ടണം. ആണും പെണ്ണും വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സ്വവർഗങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ, ആത്മീയ ജീവിതം പോലും അവർക്ക് വേണ്ടി പരിപോഷിക്കപ്പെടുന്ന യൂറോപ്യൻ നാടുകളുടെ ഒരു ആത്മീയത പോലും തനി ദൈവത്തിന്റെ നാടായ കേരളത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വളരെ സങ്കടപൂർവ്വം പറയട്ടെ, 1 വർഷത്തിന് മുമ്പ് വിവാഹം കഴിച്ച ഒരു യുവാവ് എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ്. അവൻ വിവാഹമെല്ലാം കഴിഞ്ഞ് ഭാര്യ നേഴ്സാണ്, അവള് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. വീട് അടുത്തായിട്ടും ഉറ്റ ചങ്ങാതിയെ പിരിയുവാനുള്ള വിഷമം കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുക. ഭർത്താവ് 1 വർഷം കഴിഞ്ഞ് വരുന്നു, നല്ല ജോലി, നല്ല കുടുംബം. തിരിച്ചു വന്നപ്പം ഭർത്താവിനെ വിളിക്കുവാൻ ഇവള് വന്നില്ല.
വൈകിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവളെ കാണാൻ വിളിച്ചോണ്ട് വരാൻ ചെന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിനി നിന്റെ കൂടെ ജീവിക്കണ്ട. ചോദിച്ചപ്പം പറഞ്ഞു, എൻ്റെ കൂടെ ഹോസ്റ്റലിൽ കഴിയുന്ന ഇവളോടൊപ്പമാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം. ഇനി എൻ്റെ ജീവിതം മുഴുവൻ ഇവനോട് കൂടിയാണ്. ചിന്തിക്കണം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരുത്തന്റെ മുമ്പാകെ കഴുത്ത് നീട്ടിക്കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. എത്രയോ യുവാക്കളുടെയും യുവതികളുടെയും ജീവിതമാണ് നശിപ്പിച്ചു കളയുന്നത്. ഈ 11 മാസത്തിനുള്ളിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഒപ്പിട്ടത് മടുത്തുപോയ 464 ജീവിതങ്ങൾക്കാണ് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഒപ്പിട്ട് കൊടുത്തത്. പങ്കാളിയെ മടുത്ത 464 ജീവിതങ്ങൾ. യഹൂദനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. സ്വത്ത് ലാഭമാക്കി തന്റെ വിജയതന്ത്രം ലക്ഷ്യമാക്കിയവൻ ഫെലിസ്ത്യ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവന്റെ പരാജയത്തിന് കാരണം പാരമ്പര്യങ്ങളെ അവഗണിച്ചു. രണ്ടാമത്തെ പരാജയം നോമ്പനുഷ്ഠാനങ്ങളിലെ വീഴ്ച. അമ്മയെ അപ്പനോടും വീഞ്ഞു കുടിക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ മകനും അത് ബാധകമാണ്. നാസീർ വ്രതക്കാരനാണ്. ആ ശവത്തെ പോലും സ്പർശിക്കുവാൻ കഴിയുന്നവനല്ല. അങ്ങനെയുള്ളവൻ സൈന്യത്തെ മുഴുവൻ വകവരുത്തുവാൻ തക്കവണ്ണം വീഞ്ഞും മദ്യം കൊണ്ട് വിരുന്നുകൊണ്ട് ആൾക്കാരെ സേവിക്കുന്നുണ്ട്. അവിടെയാണ് ശിംശോന്റെ രണ്ടാമത്തെ പരാജയം. വ്രതാനുഷ്ഠാനങ്ങളിൽ വീഴ്ചകൾ വരുത്തി. വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത്. വ്രതാനുഷ്ഠാനങ്ങളാണ് ഈ സഭയുടെ അന്തസത്ത. 25 നോയമ്പും 3 നോയമ്പും 8 നോയമ്പും 15 നോയമ്പും 50 നോയമ്പും എല്ലാം വ്രതനിഷ്ഠകളുടെ കേദാരമാണ്. അതിൽ കൂടെ ആത്മീക ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. നാം ഏറ്റവും സങ്കടമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും ഓടി വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ ആറിന്റെ ചുറ്റുവട്ടത്ത് പരിമല തിരുമേനി പടുതുയർത്തിയ ആ സൗധം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാൽപ്പാടുകളേറ്റ പരിശുദ്ധമായ മണ്ണാണിത്. ആരാണ് പരിമല തിരുമേനി? എനിക്കും നിങ്ങൾക്കും സകലർക്കും ആരാണ് പരിമല തിരുമേനി? 28 വയസ്സിൽ മെത്രാപ്പോലിത്തായ വ്യക്തിത്വം, കൊച്ചു മെത്രാപ്പോലിത്ത. തേജസ്സും ഓജസ്സും യുവത്വവും സമ്മിശ്രമായി വിളയാടുന്ന ഒരു 28 വയസ്സുകാരൻ മെത്രാപ്പോലിത്ത. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ 6 കാര്യങ്ങളാണ് പരിമല തിരുമേനിയുടെ ജീവിതം. ഒന്ന്, നിരന്തരമായ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയല്ല, നിരന്തരമായ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന പെറ്റീഷണൽ പ്രെയർ. ഇവിടെ ഇരിക്കുമ്പോഴും പെറ്റീഷനുകളാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. പരിമല തിരുമേനി പറയുകയാണ്, അനസ്യൂതം നിന്റെ വ്യാപരിക്കുന്ന മേഖലകളിൽ മുഴുവനായി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകളുടെ ശബ്ദമുണ്ടാകണം. പ്രാർത്ഥനയിലൂടെ അങ്ങനെയുള്ളവൻ ഒരിക്കലും സമൂഹത്തിന് ദ്രോഹം വരുത്തുന്നവനായി തീരുകയില്ല. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ദേവാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥന. എല്ലാം നീ അടുക്കളയിൽ നിൽക്കുമ്പോഴും ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴും ഏത് മേഖലയിൽ വ്യാപരിക്കുന്നോ അവിടെയെല്ലാം ഒരു ചെറിയ പ്രയർ പോലുമുണ്ട്. ദൈവമേ, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. രണ്ടാമത്, പരിമല തിരുമേനിയുടെ സവിശേഷതയല്ല, പരിമല തിരുമേനി കഠിനമായ ഉപവാസം. വെള്ളിയാഴ്ച രാവിലെ എണ്ണിച്ച് കുളിച്ച് നനച്ച് മക്കൾക്കെല്ലാം മുട്ടയും മീനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മയും അപ്പനും അമ്മ ഉച്ചവരെ ഉപവസിച്ച് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്ന അനുഭവം അല്ല ഉപവാസം. പരിമല തിരുമേനി പറയുകയാണ്, ആ ശരീരം ക്ഷീണിക്കുമ്പോൾ ആത്മാവ് വളരും, ശരീരം ക്ഷീണിക്കുമ്പോൾ ആത്മാവ് പ്രകാശിക്കും. അതുകൊണ്ടാണ് ഒരു അരക്കെട്ടുണ്ടായിരുന്നു തിരുമേനിയുടെ കുപ്പായത്തിന് മുകളിൽ, വീതിയുള്ള അരക്കെട്ട് മുറുക്കെ ഉടുത്തിരുന്നു. അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുമ്പോൾ ആത്മാവ് വളരുന്ന അനുഭവം. മരുഭൂമിയിലെ പിതാക്കന്മാർ അനുഭവിച്ച തപോനിഷ്ഠകൾ പകർത്തിയ പരിമല തിരുമേനി. മൂന്നാമതായി പരിമല തിരുമേനിയുടെ ജീവിതം കാണുന്നത് ഇന്ദ്രിയ സംയമനമാണ്. നമുക്ക് ഒരു ശകലം പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇന്ദ്രിയ സംയമനം. നമ്മൾ വരുന്ന വഴിക്കും പരിമല പോവാണെങ്കിലും വല്ലോനും ആരെക്കുറിച്ചുള്ള അബോധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെവി വെച്ച് നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടേ പോകത്തുള്ളൂ. മേളിക്കട പോകുന്ന പ്ലെയിനെ ഏണി വെച്ച് കയറി അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ പോകത്തുള്ളൂ. പരിമല തിരുമേനി ഇന്ദ്രിയ സംയമനം പാലിച്ചു. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, പറയേണ്ടത് മാത്രം പറയുക, ചിന്തിക്കേണ്ടത് മാത്രം ചിന്തിക്കുക. ഇന്ദ്രിയ സംയമനങ്ങൾ. നാലാമതായി പരിമല തിരുമേനിയുടെ ജീവിതം ദീർഘമായ മൗനത്തിന്റെ അനുഭവമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എത്രയോ പേര് ഈ വിളക്കിൽ വന്ന് എണ്ണ തൊട്ട് പോകുന്നു, കവടത്തിൽ കൂടെ പോകുന്നു. ഞാനിവിടെ പറയുമ്പോഴും നമ്മുടെ എല്ലാം ശ്രദ്ധ അവരുടെ പിന്നാലെ പോകുന്നുണ്ട്, അവരെ വഴിവക്കിൽ വരെ കൊണ്ടുവിടുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ. ഇന്ദ്രിയ സംയമനം, ദീർഘമായ മൗനം. പരിമല തിരുമേനിയുടെ കബറിടത്തിൽ
30 മുതൽ 25 മുതൽ ഒക്ടോബർ 25 മുതൽ പദയാത്രയായി പരിശുദ്ധന്റെ സന്നിധിയിലേക്ക് വരും. നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ ദൈവം ചില തിരിച്ചറിവുകൾ, ശേഷിപ്പുകൾ അതിനിടയിൽ വെച്ചിട്ടുണ്ട്. കാരണം അക്രൈസ്തവരായ എത്രയോ പേർ ദൈവസന്നിധിയിൽ ഭക്തിയോടെ, പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. നമ്മൾ കുറെ കവറുകളൊക്കെ പിറക്കി കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് കൂട്ടുകാരെയൊക്കെ കണ്ട് കൈക്ക് പിടിച്ച് വർത്താനം പറഞ്ഞ് നിരന്നാ വരുന്നത്. ചെറിയ ഒരു മൗനം പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കലുഷിതമായ കാലഘട്ടത്തിൽ വ്യവസായങ്ങളും വാണിജ്യങ്ങളും ലോകത്തിന്റെ മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വളരുന്ന ഈ കാലഘട്ടത്തിൽ അല്പം മൗനം നിനക്ക് പാലിക്കുവാൻ സാധിക്കുമോ? പരിമല തിരുമേനി എന്ന് പറഞ്ഞാൽ മൗനത്തിന്റെ ആധ്യാത്മികതയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. മൗനം പാലിക്കുന്നവന് അനേക ഗുണങ്ങളുണ്ട്. അവൻ സകല ദ്രോഹങ്ങളെയും ദോഷങ്ങളെയും വിട്ടൊഴിയുവാനായിട്ട് അവന് സാധിക്കും. അഞ്ചാമതായി പരിശുദ്ധ പരിമല തിരുമേനി ലളിത ജീവിതമായിരുന്നു. നാം ഇന്ന് ഏറ്റവും അധികം ആർഭാടം കാണിക്കുന്നത് 10 പവൻ വാങ്ങിച്ചാലും, പുതിയ പാൻറ് വാങ്ങിച്ചാലും, ഷർട്ട് വാങ്ങിച്ചാലും, സാരി വാങ്ങിച്ചാലും എല്ലാം പ്രദർശിപ്പിക്കുന്നത് ദേവാലയങ്ങളിലാണ്. എൻ്റെ പ്രദർശനം, എല്ലാ ആത്മീയതയുടെ കപടതയുടെയും പ്രദർശനം നമ്മുടെ ദേവാലയങ്ങളിലേക്ക് നാം വ്യാപിപ്പിക്കുന്നു. ഏത് പ്രകടനവും കാണിക്കുന്നത് ദേവാലയങ്ങളിലാണ്. നമ്മുടെ മനുഷ്യനെ കുറിച്ച് ആധുനിക വേദശാസ്ത്രന്മാർ പറയുന്നത് ലെയ്സ് പോലെയാണ്. ഷൂവെ കെട്ടുന്ന ലെയ്സ് അല്ല. കടകളിൽ 10 രൂപയ്ക്ക് വാങ്ങിയും കിട്ടും ഒരു കവറിനകത്ത് ചിപ്സ്. നമ്മുടെ എല്ലാ മക്കൾക്കും ഇഷ്ടമാണ്. അത് വാങ്ങിച്ചു നോക്കിയാൽ തല്ലി പൊട്ടിച്ചാൽ 40% ചിപ്സ് മാത്രമേ ഉള്ളൂ, 60% ആധുനിക ക്രൈസ്തവനെ കുറിച്ച് പറയുന്നത് 60% പ്രകടനമാണ്. ചില ആവരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ചില ആവരണങ്ങളുടെ ആകെ തുകയാണ് മനുഷ്യ ജീവിതം. 40% നന്മകളും അതുപോലെ കാരുണ്യവും ശേഷിക്കുന്ന ഹൃദയം. പ്രിയമുള്ളവരെ, ലളിതമായ ജീവിതം നയിച്ചു. സമൂഹം ബഹിഷ്കരിക്കപ്പെട്ടിരുന്നവന്റെ കുടിലിലേക്ക് ചെന്ന് അവന്റെ നാക്കിൽ കുരിശ് വരച്ച് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവന്റെ വീട്ടിൽ നിന്ന് തൊടുവാനും അറപ്പ് തോന്നുന്ന ദൂരെ പോലും 8 അടി മാത്രം അകലിന്ന് കാണുന്നവന്റെ ഭവനത്തിൽ ചെന്ന് അവനിൽ നിന്ന് വെള്ളം പോലും വാങ്ങിച്ചു കുടിച്ച് ലളിതമായ ജീവിതത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പരിശുദ്ധനായ പരിമല തിരുമേനി. ആറാമത് പരിമല തിരുമേനി എന്ന് പറയുന്നത് ധർമാചരണത്തിന്റെ മകുട ഉദാഹരണമായിരുന്നു. എന്താ ധർമ്മം ആചരിക്കുക? എന്തെല്ലാം ധർമ്മങ്ങളുണ്ട്. കുടുംബജീവിതം പാലിക്കുന്നവൻ, ഭാര്യയോടുള്ള വിശ്വസ്തത, ഭർത്താവിനുള്ള വിശ്വസ്തത, മക്കളോടുള്ള സാക്ഷ്യമുള്ള ജീവിതം, സഹോദരങ്ങളുള്ള ജീവിതം. തനിക്ക് രോഗം വന്നപ്പോൾ തന്റെ പിതാവ് ഔഷധം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു മാറിക്കോട്ടെ എന്ന് പറഞ്ഞു, എങ്കിലും നിരാകരിക്കാതെ ചെയ്തു. ഇവിടെ വെച്ച് എത്രയോ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ വെച്ച് എത്രയോ മാമോദിസകൾ നടന്നിട്ടുണ്ട്. വിവാഹത്തിന് കൈപിടിച്ചേൽപ്പിച്ചു വിടും. മരണം വരെയും നിങ്ങൾ ഒന്നായിരിക്കണം. മകരം വരെയല്ല, മരണം വരെയും നിങ്ങൾ ഒന്നായിരിക്കണമെന്ന് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വിടുന്നു. 464 ഡൈവേഴ്സിൽ ചില കേസുകൾ കേട്ടാൽ നമ്മൾ ചിരിച്ചു. നിസ്സാരമായ കാര്യം. കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ വീട് തിരുവനന്തപുരത്ത് തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിനിടയ്ക്ക് വെച്ച് വേർപിരിഞ്ഞു പോയ ബന്ധങ്ങളുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമാണ്, പക്ഷെ ഇന്ന് അങ്ങനെ സംഭവിച്ച ബന്ധങ്ങൾ പോലുമുണ്ട്. പരിമല തിരുമേനി ധർമാചരണത്തിന്റെ വ്യക്തിത്വം. ഈ 6 കാര്യങ്ങളാ പരിമല തിരുമേനി. അല്ലാതെ നാം ഉദ്ദേശിക്കുന്ന വേറെ ഒരു കാര്യം. 28-ാം വയസ്സിലാണ് പരിമല തിരുമേനി ഇതായിരുന്നു. ചിന്തിക്കണം, എൻ്റെ പ്രായം അല്ലെങ്കിൽ എന്നിൽ കുറഞ്ഞ പ്രായം 28 വയസ്സുള്ള ഒരു യുവാവാണ് ഈ 6 കാര്യങ്ങളുടെ സമ്മിശ്രമായ വിളനിലം. അവിടെയാണ് സൂര്യചന്ദ്രാക്കന്മാരെ 10-ാം അധ്യായം യോശുവ പ്രവചനത്തിൽ സൂര്യ നീ ഗിബിയോണിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കുക എന്ന് സൂര്യചന്ദ്രന്മാരെ തടഞ്ഞു നിർത്തിയ യോശുവയെ പോലെ സ്ലീബായി ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് വേണ്ടി അന്തരീക്ഷം പോലും മാറി നിന്ന തൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയ അന്തരീക്ഷത്തിനെ പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ള ശക്തിമത്തായ 28 വയസ്സുകാരനായ പരിശുദ്ധനായ പരിമല തിരുമേനി ഇവിടെ വന്നിരുന്ന് രാപകലന്തിയോളം ധ്യാനിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ തിരുമേനിയുടെ ജീവിതത്തിന്റെ ഒരു കൊണിശമെങ്കിലും നേടുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഈ ഓട്ടവും നമ്മുടെ ഈ വരവും നമ്മുടെ തന്ത്രപ്പാടുകൾ മുഴുവനും കഷ്ടതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ പരിമല തിരുമേനി നമ്മോട് പറയുകയാണ്, എൻ്റെ ജീവിതം കഷ്ടതകളുടെ മകുടമാണ്, കഷ്ടതയില്ലാത്ത ജീവിതം നിനക്കില്ല എന്ന് പരിമല തിരുമേനി പറയുന്നു. വീഴ്ച, ജീവിതത്തിലുണ്ടായ വീഴ്ച, ശിംശോന്റെ വീഴ്ച, വ്രതാനുഷ്ഠാനങ്ങൾ, വീഞ്ഞും മദ്യവും കുടിക്കരുത്, നോമ്പിന്റെ അനുഷ്ഠാനിയാണ്, അവന്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു. മൂന്നാമതായി ശിംശോന്റെ പരാജയം,
ജഡീക ആസക്തികളോടുള്ള വിധേയത്വം. ജഡീക ആസക്തികളോടുള്ള വിധേയത്വം. 2 മാസം മുമ്പേ പത്രം വായിച്ചപ്പോൾ ചിരി വന്നതാണ്. രാവിലെ എടുത്ത് നോക്കിയപ്പം ഫ്രണ്ട് പേജിൽ കിടപ്പുണ്ട്. 23 വയസ്സുകാരി പ്രേമിച്ചത് 68 വയസ്സുള്ള ഒരു അപ്പച്ചനെ. 1 വർഷക്കാലം മുഴുവൻ ഫോണിൽ കൂടെ സംവദിച്ചത് 68 വയസ്സുള്ള ഒരു അപ്പച്ചനോട്. എവിടെയാ നമ്മുടെ ജീവിതത്തിന്റെ അന്തസ്? എവിടെയാ നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത? തിരിച്ചറിയുവാൻ കഴിയാത്തവരായി തീരുന്നു. മൊബൈലും ഇന്റർനെറ്റും ഒക്കെ എനിക്ക് മട്ടുപ്പാവ് പോലെ ആയിത്തീരുന്ന അനുഭവമുണ്ട്. അതൊക്കെ നിന്നെ വീഴ്ചയിലേക്ക് നയിക്കും. ജഡീക ആസക്തികളുള്ള വിധേയത്വം. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 13 കഴിയുമ്പോൾ അവിടെ കാണുന്നു, ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 10,000 ഫെലിസ്തീനെ നിഗ്രഹിച്ചവനാണ് ശിംശോൻ. പക്ഷേ ഒരു നിമിഷത്ത് അവന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം അവന് സാധിക്കുന്നില്ല. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിച്ചില്ല. താടിയെല്ലുകൊണ്ട് 10,000 പേരെ നിഗ്രഹിച്ച വ്യക്തിക്ക് അവൻ ജഡീക ആസക്തികളെ കീഴടക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് അവന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളിലേക്ക് അവൻ കൂപ്പുകുത്തുന്നത്. അവിടെ പറയുകയാണ്, അവനെ തന്നെ മറന്ന് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. എന്താണ് മറവിക്ക് കാരണം? അവനെ തന്നെ മറക്കുന്ന അനുഭവം. 2 വട്ടം തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഒത്തിരി തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. ജീവിതത്തിൽ പെട്ടെന്ന് രോഗമുണ്ടാകുമ്പോൾ അതൊരു തിരിച്ചറിവാണ്. നിന്റെ ജീവിതത്തിനെ കുറിച്ച് ഒരു റിവൈസ് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവാണ് നിനക്ക് തരുന്നത്. ആ ഒരു തിരിച്ചറിവ് ശിംശോന് കൊടുക്കുന്നു. പക്ഷേ ജഡീക ആസക്തി മുഴുവനായി ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുമ്പോൾ തിരിച്ചറിവുകളെ നേടുവാനായിട്ട് സാധിക്കുന്നില്ല. തിരിച്ചറിവുകൾ മുഴുവൻ അവഗണിക്കപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-മതായി ശിംശോന്റെ പരാജയം ദിവ്യ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സുകാരുടെ ദേവാലയത്തിൽ തിരശീല ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത്? കുർബാനയുള്ളപ്പോൾ മാത്രം തുറക്കുന്നത്. ദൈവം, ഗോഡ് ഈസ് മിസ്റ്ററി. ദൈവം ഒരു വലിയ രഹസ്യമാണ്. ദൈവമെന്നുള്ള വാക്കുപോലെ ഉച്ചരിക്കാൻ വയ്യാത്ത കാലഘട്ടത്തിൽ പാപത്തിൽ മതിച്ചുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യാവതാരം ചെയ്തു. ക്രിസ്മസിലേക്ക് ദൈവം തമ്പുരാൻ മനുഷ്യനായി ഇറങ്ങി വന്നു. ചില ജീവിതത്തിൽ ചില രഹസ്യ അനുഭവങ്ങളുണ്ട്. ആരാധനാ ജീവിതത്തിൽ ചില രഹസ്യ അനുഭവങ്ങളുണ്ട്. അവന്റെ രഹസ്യം ഒരു വേശ്യയുടെ മടിയിൽ അവൻ പങ്കുവെച്ചു. അവൻ 3 വട്ടം ഒഴിഞ്ഞു കളഞ്ഞ് 4-ാം വട്ടം അവൻ വേശ്യയുടെ മടിയിൽ അവന്റെ രഹസ്യത്തെ പങ്കുവെക്കുകയാണ്. എന്റെ 7 ജടകളാണ് ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളം. എന്റെ 7 ജടകൾ കത്രിച്ചു കഴിയുമ്പോൾ, എന്റെ 7 ജടകൾ ബന്ധിച്ചു കഴിയുമ്പോൾ ഞാൻ സാധാരണ മനുഷ്യനെ പോലെ ആകും. ദാവീദ് അനുതപിച്ച് ഏറ്റുപറഞ്ഞു. ശിംശോൻ അനുതപിക്കുവാൻ കിട്ടിയില്ല. 2 അവസരം കിട്ടിയിട്ട് പോലും അവൻ തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, ശിംശോൻ അവൻ ആ വേശ്യയുടെ മടിയിൽ കിടന്നവൻ അവനെ തന്നെ മതിമറന്ന് ദൈവത്തോടുള്ള ഉടമ്പടി അവന്റെ മുടിയായിരുന്നു. ചില രഹസ്യങ്ങളുണ്ട് ചില ജീവിതങ്ങളിൽ. ആ രഹസ്യ ജീവിതത്തെ അവൻ പരസ്യപ്പെടുത്തി കളഞ്ഞു. അങ്ങനെയുള്ള ജീവിതം അവൻ അവസാനം നാശത്തിലേക്ക് ചെന്ന് പതിച്ചവന്റെ ജീവിതം അവസാനിക്കുകയാണ്. ഒന്ന് ചിന്തിക്കാം, എത്ര അഭിനിവേശത്തോടെ ആത്മാവിന്റെ പ്രചോദനം നേടിയ ശിംശോൻ, ആത്മാവിനാൽ വിന്യസിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആത്മാവിന്റെ പ്രചോദനം നേടിയവൻ. പക്ഷേ എത്ര ശ്രേഷ്ഠമായ തുടക്കം, പക്ഷേ എത്ര ദാരുണമായ അന്ത്യം. അമാനുഷികമായ കായിക ശേഷിയുള്ള ഒരു മനുഷ്യൻ, പക്ഷേ ജഡമോഹങ്ങളെ അടക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. ശിംശോന്റെ പരാജയം ഇന്ന് നമ്മുടെ മുമ്പിൽ നിർത്തപ്പെടേണ്ടത് നമ്മുടെ യുവാക്കളെയാണ്. ഇവിടെ നിന്ന് നല്ല ജോലിയൊക്കെ നേടി വിദേശത്തേക്ക് പോകുമ്പോൾ അങ്ങ് ചിന്തിച്ചങ്ങ് കഴിഞ്ഞങ്ങ് പോകും. എവിടെ ചെല്ലും? ഞങ്ങളുടെ വചനമൊന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. നീ പ്രഭാത നമസ്കാരത്തിന് വന്നാൽ നിനക്കറിയാം, നിന്നെ ഓർത്തഡോക്സിലെ നമസ്കാരവും ആരാധന നിന്നെ വചനം പഠിപ്പിക്കുന്നത് നിനക്കറിയാം. മൊത്തം വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളാണ് ചെല്ലുന്നത്. പ്രകാശത്തിന്റെ ദൃഷ്ടാനുസ്തുതി, ആകാശത്തിന് കർത്താവിനെ സ്തുതിപ്പി. നമ്മൾ അനേകം പേർ മറ്റുള്ള കൂട്ടായ്മയിലേക്ക് പോകുന്നു. ശിംശോൻ നമുക്കൊരു ഉദാഹരണമാണ്. ശിംശോൻ നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും മുമ്പിൽ ഒരു ചൂണ്ടുപലകയായി നിൽക്കട്ടെ. പരാജയപ്പെടുന്ന ശിംശോൻ, തിരിച്ചറിവ് ലഭിച്ചിട്ടും പരാജയപ്പെടുന്ന ശിംശോൻ. ദൈവവചനം വീണ്ടും ഓർപ്പിക്കുകയാണ്,
എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരും. ശിംശോന്റെ ജീവിതത്തിൽ, ശിംശോന്റെ ബലഹീനതയിൽ ദൈവിക ശക്തി തെളിഞ്ഞു വന്നു. പക്ഷെ അവന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ദാവീദിന്റെ ജീവിതത്തിൽ, അവന് ജീവിതത്തിന്റെ അനുഭവത്തിൽ അവൻ ബലഹീനതയിൽ ദൈവശക്തി തെളിഞ്ഞു വരുന്നു. അവൻ ആവോളം ദൈവശക്തിയെ ആസ്വദിച്ച് ദൈവകൃപയെ തിരികെ എടുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമയം ചിന്തിക്കാം, പുതിയ വർഷത്തിൽ ശിംശോന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്കാണോ എന്നെ കടത്തിവിടുന്നത്? ശിംശോന്റെ ജീവിതമാണോ എനിക്ക് വലുത്, അതോ ദാവീദിന്റെ അനുതാപമായ ജീവിതമാണോ? ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയനായ ദൈവമേ, അനുഗ്രഹീത പിതാവേ, ഈ അല്പസമയം അവിടുത്തെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധനായ പരിമള തിരുമേയുടെ മധ്യസ്ഥയിൽ ആ പരിശുദ്ധ പിതാവിന്റെ ചൈതന്യം കുടികൊള്ളുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നിന്നെ ആരാധിപ്പാൻ, നിന്റെ വചനങ്ങളെ ശക്തമായി മനസ്സിലാക്കുവാൻ, നിന്റെ വചനങ്ങളെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ തക്കവണ്ണം നീ തന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളിൽ തന്നെ കഴിഞ്ഞ ഇതേ വർഷം ഉണ്ടായിരുന്ന അനേകം പേർ ഞങ്ങളുടെ കൂടെയില്ല, ഞങ്ങളുടെ കുടുംബങ്ങളിലില്ല. അനുനിമിഷവും നീ ദാനമായി ഞങ്ങൾ ഇത്രത്തോളം വഴി നടത്തുന്നതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളാരും ഒന്നും നേടിയതല്ല, എല്ലാം നീ ദാനമായി തന്നതാണ്. ഞങ്ങളാരും നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ് കർത്താവേ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കാക്കുന്ന ദൈവകൃപ ഞങ്ങളോടുകൂടി വ്യാപരിക്കണമേ. നിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. പൈശാചികന്റെ സകല തന്ത്രങ്ങളെ ജീവിതത്തിൽ മാറ്റിക്കളയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ വ്യാപരിപ്പിക്കണമേ. ദൈവമേ, ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നു പറയുവാൻ, ദൈവസന്നിധി ഒന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ശിംശോനെ പോലെ തിരിച്ചറിവ് ലഭിച്ചിട്ടും അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന അനുഭവം ഉണ്ടാകാതെ, നാശത്തിലേക്ക് പതിക്കാതെ, ദൈവമേ, നിന്റെ ആത്മാവിലേക്ക് വളരുവാൻ, നിന്റെ കൃപയിലേക്ക് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. മാനവും മഹത്വവും അവിടുത്തേക്കുള്ളതാകുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. ഞാൻ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.